അപ്പോൾ ഈ ചീനൻപോറ്റി എന്ന് വിളിപ്പേരുള്ള അന്നത്തെ മേൽശാന്തി നമ്മുടെ ഈ കിഴക്കുവശത്ത് കാണുന്ന കുളം എന്ന് പറയുന്ന ക്ഷേത്രക്കുളമാണ്. ഈ ക്ഷേത്രക്കുളത്തിൽ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഒരോർമ്മ പല അമ്മൂമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഉത്സവങ്ങളോടനുബന്ധിച്ച് ഒരുപാട് കലാപരിപാടികളും അന്ന് വളരെ അപൂർവമായി മാത്രം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരുന്ന സർക്കസ് പോലുള്ള രൂപങ്ങളും ഒക്കെ ഇവിടെ അന്ന് അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ മണ്ഡലം ചെറുപ്പ് 41 ദിവസം ഇവിടെ നടത്തിയിരുന്നു എന്ന് പറയാനുള്ള ഒരു ഓർമ്മയെന്ന് പറയുന്നത്, അന്ന് ഇവിടെ അമ്പലത്തിന് ഇലക്ട്രിക് കണക്ഷനൊന്നും കിട്ടിയിട്ടില്ല. അത് എൻ്റെ വീട്ടിൽ നിന്നാണെന്ന് കറണ്ടൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പരിപാടി നടത്തിയത്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഈ മണ്ഡലം ചെറുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അന്ന് അമ്പലത്തിൻ്റെ മേൽക്കൂര ഓല കൊണ്ടുള്ള മേൽക്കൂരയായിരുന്നു. ഓല കൊണ്ടുള്ളൊരു മേൽക്കൂരയൊക്കെ ഇട്ടാണ് അന്ന് ചെറുപ്പൊക്കെ നടത്തിയിരുന്നത്, പൂജ നടത്തിയിരുന്നത്. അങ്ങനെ ഒരിക്കൽ ദേവിയുടെ ഉടയാടയ്ക്ക് തീ പിടിച്ചു. ആ ഉടയാടയിലെ തീ മേൽക്കൂരയിലേക്കും പകർന്ന് മേൽക്കൂര കത്തിപ്പോയി പൂർണ്ണമായിട്ടും. ഈ മണ്ഡലം ചെറുപ്പിൻ്റെ 33-ാം ദിവസം ദേവി വിഗ്രഹം താഴെ വീണു. അതിന് ചില കേടുപാടുകളൊക്കെ പറ്റി വിഗ്രഹത്തിന്. അന്ന് ഈ കമ്മിറ്റിയിലും ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇവിടെ നിൽപ്പുണ്ട്. അതൊക്കെ അവർക്കൊക്കെ ഓർമ്മ കാണുമായിരിക്കും. അത് ശരിക്കും അന്ന് മുതലാണ് നമ്മളുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ജീർണത തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ മുതൽ ചെറിയ തിരിച്ചടികളൊക്കെ ക്ഷേത്രത്തിന് നേരിട്ടു. നിത്യപൂജ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. ഇവിടെ ക്ഷേത്രം കാട് കയറി പൂർണ്ണമായിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ശ്രമങ്ങൾ ഈ ക്ഷേത്രത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്തൊരു ദേവപ്രശ്നം നടത്തി. അന്നത്തെ പ്രശസ്ത ജ്യോത്സ്യന്മാരായിരുന്ന ശ്രീ ചേപ്പാട് KG കൈമൾ സാർ, തഴവ EM ഗോപാലൻ തുടങ്ങിയ ജ്യോതിഷ പണ്ഡിതരെ കൊണ്ടുവന്ന് ഇവിടെ ദേവപ്രശ്നം 2 ദിവസം നടത്തിയതിൽ നിന്നും അവരാണ് പറഞ്ഞത് ദേവിയെ ബാലാലയത്തിലേക്ക് മാറ്റണം, ക്ഷേത്രം പണി ഉടൻ തന്നെ പൂർത്തീകരിക്കണം. അപ്പോൾ അന്ന് ബാലാലയം പണിഞ്ഞു, ദേവിയെ അങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിച്ചു. പക്ഷേ വർഷങ്ങളോളം ദേവി ബാലാലയത്തിൽ തുടരുന്ന ഒരവസ്ഥയാണ് പിന്നീടുണ്ടായത്. ക്ഷേത്ര പുനരുദ്ധാരണത്തെ സംബന്ധിച്ച് നമ്മുടെ തന്ത്രി, ഈ ക്ഷേത്രത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവ സോമയാജിപ്പാടിനെ പലതവണ പോയി കണ്ടപ്പോൾ തന്ത്രി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ക്ഷേത്രതന്ത്ര വിധിയിൽ ബാലാലയം എന്നൊരു സങ്കല്പമില്ല. ബാലാലയത്തിൽ ദേവിയെ പ്രതിഷ്ഠിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് നമ്മളുടെ സൗകര്യത്തിന് കണ്ടുപിടിച്ച ഒരു ഉപായം മാത്രമാണ്. നമ്മളുടെ വീട് പണിയുമ്പോൾ നമ്മളുടെ വീട് പൊളിച്ചു പണിയുമ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷെഡിലേക്ക് നമ്മൾ താമസം മാറ്റും. വീട് പണി തീരുന്നത് വരെയും നമ്മൾ ആ കുറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ദേവിക്കും അതുപോലെ തന്നെയാണ്. ദേവിയും ഗണപതി ഭഗവാനും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ 23 വർഷക്കാലം ബാലാലയത്തിൽ കഴിച്ചു കൂട്ടിയത്. പാർവതി ദേവി ശാന്തസ്വരൂപിണിയും ഭക്തവത്സലയുമായതിനാൽ ഒരു റിയാക്ഷൻസും ഉണ്ടായില്ല. ഒരനർത്ഥവും നമുക്ക് ആർക്കും ഉണ്ടാക്കിയില്ല. കുറേ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ബാലാലയത്തിൽ ദീർഘനാൾ തുടരുമ്പോൾ ചുറ്റുപാടുമൊക്കെ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകും എന്നൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരർത്ഥം ഉണ്ടായില്ല. അത് ദേവിയുടെ അനുഗ്രഹത്താലാണ്. ഇപ്പോൾ ദേവി അതീവ സന്തുഷ്ടമായി കാണും. കാരണം ദേവി ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക്, പണി പൂർത്തിയാക്കിയിരിക്കുന്ന സ്വന്തം വീട്ടിലേക്ക് ദേവി തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു ചൈതന്യമൊക്കെ നമ്മളിലേക്ക് അനുഗ്രഹങ്ങളായി ഒഴുകി എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആദ്യത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു. അന്ന് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് KSRTCയിൽ ജോലിയുള്ള പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഈ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാ മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ഇവിടെ ക്ഷേത്രം തുറന്ന് അവിടെ അമ്പലത്തിൽ കൊണ്ടുവരുന്ന പിരിവ് മാത്രം വാങ്ങി ഒരു പൂജയൊക്കെ നടത്തുമായിരുന്നു. ലക്ഷ്മീനാരായണ ശർമ്മ അദ്ദേഹമായിരുന്നു അന്നത്തെ ശാന്തി ഇവിടുത്തെ. അങ്ങനെ ഈ ഒരു ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല.
ഒരു ക്ഷേത്രം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിലെ പരിപാടികൾ നടത്താനും അവിടുത്തെ എല്ലാ ചടങ്ങുകളും നടത്താനും എല്ലാം വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു ക്ഷേത്രം, തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രം പൂജ്യത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തുക എന്ന് പറയുന്നത് ഒരുപാട് അധ്വാനവും ക്ഷമയും ഒക്കെ വേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ കമ്മിറ്റി 1-2 തവണ മാറി ഒരുപാട് പേരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു വന്നു. ഒരുപാട് പേരെ നേരിട്ട് കണ്ട് കമ്മിറ്റിക്കൊക്കെ വിളിച്ചു. പക്ഷേ വളരെ കുറച്ച് പേരൊക്കെ അന്ന് വന്നുള്ളൂ. പിന്നീടാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയെ ഇതേൽപ്പിക്കുന്നത്. അപ്പോൾ അവർ കുറേ നാളായി, വർഷങ്ങളായി ഇതിൻ്റെ പിറകെയാണ്. അത് അവരുടെ ജോലിയും മാറ്റിവെച്ച് ഒരുപാട് ക്ഷമയോടെയും എല്ലാം ഇതിൻ്റെ പിറകെ നടന്നാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം ഇന്ന് അവർ പണിതുയർത്തിയെടുത്തത്. ഇതിൻ്റെ പിറകെ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് ഇതിൻ്റെ പിറകിൽ. അന്ന് പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരുടെ ഒരു സമീപനം ഞാൻ പറയുകയാണ്. ഇവിടെയുള്ള 1-2 വ്യക്തികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, അവർ 2 പേര് എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ച ചോദ്യമാണ്, അല്ല ഇപ്പോൾ ഈ ക്ഷേത്രത്തിനെ പണിയുന്നത്, നമ്മുടെ ചുറ്റുപാടും വേറെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ, പിന്നെന്താ ഇതിൻ്റെ പണിയേണ്ട ആവശ്യം? ക്ഷേത്രത്തെ ഒരു കച്ചവട സ്ഥാപനവുമായി താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചത്. ഇപ്പോഴും ഒരു ദേശത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഈ ക്ഷേത്രത്തിലെത്തുന്ന ആൾക്കാർ തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ്. ഒരു സ്ഥലത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ആത്മീയമായും സാംസ്കാരികമായും ആ ദേശത്തെ ഉന്നമനത്തിലെത്തിക്കാനുള്ളൊരു കേന്ദ്രമായി നിലകൊള്ളേണ്ട ഒരു സ്ഥാപനമാണ്. ഈ പല ക്ഷേത്രങ്ങളിലും ഹിന്ദുമതത്തെ സാമ്പ്രദായികമായും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ദീപാരാധന തൊഴാനായിട്ട് കുറേ പേർ എത്തുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആത്മീയമായ ഐക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ ഹിന്ദു സമൂഹത്തിന് ഇല്ലാതെ പോകുന്നതും അതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്, ആത്മീയമായ ഐക്യം. അപ്പോൾ അത് പ്രദാനം ചെയ്യാൻ ക്ഷേത്രത്തിന് കഴിയും. മാത്രമല്ല, ക്ഷേത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ, ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ഈ ക്ഷേത്രത്തിലെത്തുന്ന ആൾക്കാരുടെ ക്ഷേമത്തിനും മറ്റും വേണ്ടി ക്ഷേത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റും. അവർക്ക് ചികിത്സാ സഹായമോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള മറ്റ് സഹായങ്ങളോ ഒക്കെ ക്ഷേത്രത്തിന് നൽകാൻ പറ്റും. അതൊക്കെ ക്ഷേത്രത്തിന് ആത്മീയപരമായി ചെയ്യാൻ സാധിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞു. ഈ പല ക്ഷേത്രത്തിലെ കാവുകളുണ്ട്. കാവുകളും ക്ഷേത്രക്കുളങ്ങളുമൊക്കെ നിലനിർത്തിയാൽ അവിടുത്തെ ആവാസ വ്യവസ്ഥ കൂടിയാണ് സംരക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിന് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം ഉയരുമ്പോൾ ആ ഒരു നാട് കുറച്ചുകൂടി പുരോഗതി കൈവരിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സമൂഹം ക്ഷേത്രത്തെ ഇങ്ങനെയാണ് കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. പണ്ട് ഈ ക്ഷേത്രം ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ കേന്ദ്രം കൂടി ആവേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ക്ഷേത്രത്തെ, അതായത് ക്ഷേത്രത്തിലല്ല, നമ്മുടെ ഹിന്ദു മതത്തിൽ ഒരുപാട് ജാതികളുണ്ട്. അതാണ് ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ജാതിയെ പല ജാതികളായിട്ട് നമ്മളുടെ മതത്തെ തിരിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കുറച്ച് നാൾ മുമ്പ് വരെ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ വരേണ്യ വർഗത്തിൻ്റെ ആരാധന കേന്ദ്രമായിരുന്നു. ഇന്ത്യ മുഴുവനും അങ്ങനെയായിരുന്നു അവസ്ഥ. ആ അവസ്ഥയ്ക്ക് മാറ്റം കുറിച്ചത് കേരളത്തിൽ നിന്നുണ്ടായ ചില ഇടപെടലുകളാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നൊക്കെ. വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 1925 വരെ ഏതാണ്ട് ഒരു വർഷക്കാലം എടുത്ത് നടത്തിയ ഒരു സമരമാണ്. അന്ന് നിങ്ങൾക്കറിയാം, അധകൃത വർഗത്തിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു. വൈക്കത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതും പോയിട്ട് അതിന് ചുറ്റുമുള്ള റോഡുകൾ പോലും നടക്കാൻ പോലും അവർക്ക് അധികാരമില്ലായിരുന്നു, അവർക്ക് അവകാശമില്ലായിരുന്നു. അവിടെയാണ് മഹാത്മാഗാന്ധിയുടെ പിന്തുണയോടുകൂടി വൈക്കം സത്യാഗ്രഹം നടത്തിയത്. സത്യാഗ്രഹത്തിൻ്റെ അവസാനം സത്യാഗ്രഹം പൂർണ്ണമായും വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല. കാരണം അന്ന് തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന റീജൻറ്റ് മഹാറാണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ക്ഷേത്രത്തിലെ തെക്കേ നടയും
പടിഞ്ഞാറേ നടയും വടക്കേ നടയും തുറന്നു കൊടുക്കാം, കിഴക്കേ നട തുറന്നു കൊടുക്കാൻ പറ്റില്ല. എനിക്കതിന് അധികാരമില്ല, കാരണം ഞാനൊരു റീജൻ്റ്, ഒരു രാജപ്രതിനിധി മാത്രമാണ് എന്ന്. ഇപ്പോൾ ഗാന്ധിജി ഈ സത്യാഗ്രഹത്തിനുണ്ടായ സൊല്യൂഷനിൽ ഒട്ടും തൃപ്തനല്ലായിരുന്നു. അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ മഹാറാണിയെ നേരിട്ട് കണ്ട് ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിചിത്രമായ തീരുമാനം വന്നത്? അപ്പോൾ ഈ മഹാറാണി ഈ സംസാരിക്കുന്ന സമയത്ത് മഹാറാണിയുടെ കൂടെ മഹാറാണിയുടെ അനന്തരവൻ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ മഹാറാണി പറഞ്ഞു, ഞാൻ ഭരണാധികാരിയല്ല, ഞാൻ രാജപ്രതിനിധി മാത്രമാണ്. നാളെ ഈ നിൽക്കുന്ന രാജകുമാരൻ അധികാരം ഏറ്റെടുക്കും. അപ്പോൾ രാജകുമാരൻ തീരുമാനിക്കട്ടെ എന്തോ വേണമെന്ന്. ഈ രാജകുമാരൻ്റെ പേരെന്താണ്? ഗാന്ധിജി ചോദിച്ചു. അപ്പോൾ മഹാറാണി പറഞ്ഞു, ബാലരാമൻ എന്നാണ്. ഗാന്ധിജി അന്ന് 12 വയസ്സാണ് രാജകുമാരന്. രാജകുമാരനോട് ഗാന്ധിജി ചോദിച്ചു, താങ്കൾ നാളെ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഈ ക്ഷേത്രങ്ങളെല്ലാം താങ്കൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമോ? 12 വയസ്സുള്ള രാജകുമാരന് മറുപടി പറയാൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ തുറന്നു കൊടുത്തിരിക്കും. രാജകുമാരൻ പിന്നീട് അധികാരം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ 24-ാം പിറന്നാളിന് 2-3 ദിവസം മുമ്പ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12-ന് ക്ഷേത്രപ്രവേശന വിളംബരം, ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഒരു വിപ്ലവകരമായ ഒരു മാറ്റം, ഒരു സാമൂഹ്യ മാറ്റം കേരളത്തിൽ നിന്നുണ്ടായി. ഇതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലെ അനേകം ക്ഷേത്രങ്ങൾ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു. പക്ഷേ ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വരുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊല്ലത്ത് 2 ക്ഷേത്രങ്ങൾ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തിരുന്നു. അത് തുറന്നു കൊടുത്തത് ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അധീനതയിലുള്ള 2 ക്ഷേത്രങ്ങൾ അദ്ദേഹം എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുത്തു. ഒരുപാട് എതിർപ്പുകളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹം ഒന്നും കാര്യമാക്കിയില്ല. കാരണം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട് കല്ലടയാണ്. അങ്ങനെ ശരിക്കും ഈ മാറ്റം തുടങ്ങി വെച്ചത് നമ്മുടെ കൊല്ലത്തു നിന്നാണെന്ന് പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് നമ്മളുടെ ആരാധനാ കേന്ദ്രമായ ക്ഷേത്രങ്ങൾ നിലവിൽ വന്നത്, ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പുതിയടത്ത് ക്ഷേത്രത്തിന് ഇനിയും മുമ്പോട്ട് പോകട്ടെ. ഇനിയും ഒരുപാട് പണികളൊക്കെ തീരാനുണ്ട്. കമ്മിറ്റിക്ക് ഒരുപാട് ബാധ്യതകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ എല്ലാവരും, ഒരു ക്ഷേത്രം പണിയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് വിഭവ സമാഹരണമാണല്ലോ. വിഭവം എന്ന് ഉദ്ദേശിക്കുന്നത് പണം തന്നെയാണ് ഇവിടെ. അപ്പോൾ അത് കൊടുത്ത് എല്ലാവരും സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ ഹംസാനന്ദപുരി സ്വാമിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് പ്രഭാഷണം സംവദിക്കാമെന്ന് ഏറ്റിരുന്നത് നമ്മുടെ സ്വാമികളുടെ ഗുരുവായ ചിദാനന്ദപുരി സ്വാമികളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ടാണ് വരാത്തത്. പകരം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വത്സല ശിഷ്യനായ ഹംസാനന്ദപുരി സ്വാമിയെ നമ്മുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാമി നമ്മളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾ ഒരുപക്ഷെ സത്സംഗം എന്ന് പറയുന്ന വാക്ക് കേട്ടാണ്, അതിനാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴുള്ള നമ്മളുടെ വ്യക്തിത്വം എങ്ങനെയാണ് ഉണ്ടായത്? നമ്മൾ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മളുടെ കൂട്ടുകാരിൽ നിന്നുമൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന വ്യക്തിത്വം ഉണ്ടായത് നമുക്ക്. ഇപ്പോൾ സ്വാമി ആത്മീയമായ നമ്മളെ ആത്മീയത ഉണർത്തുന്ന കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ സ്വാമിയെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളുടെ ആത്മചൈതന്യം ജ്വലിപ്പിക്കാനുമായി സംവദിക്കാനുമായിട്ട് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ പ്രസംഗിക്കാനായി ക്ഷണിക്കുന്നു. ഈശ്വരോ ഗുരുരാത്മേതി
മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദീർഘകാലമായി നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ബാലാലയത്തിൽ കഴിഞ്ഞിരുന്ന ഭഗവതി പാർവതി ദേവിയെ യഥാസ്ഥാനം അലങ്കരിപ്പിക്കാൻ സാധിച്ച ഒരു സമയത്ത് നമ്മളെല്ലാവരും ഈ വർഷത്തെ ഉത്സവ പരിപാടിയോടുകൂടി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികളുടെ കൂട്ടത്തിൽ ആധ്യാത്മികവും ധാർമ്മികവുമായ ചിന്തകൾ പങ്കുവയ്ക്കുന്ന സത്സംഗങ്ങൾ നടത്തുന്നതിന്. പൊതുവെ നമ്മുടെ സമാജം ആഘോഷങ്ങളിൽ ഭ്രമിച്ച് ആചാരങ്ങളെ നഷ്ടപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. പിറന്നാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്, ഓണം നമ്മൾ ആഘോഷിക്കുന്നു, വിഷു നമ്മൾ ആഘോഷിക്കുന്നു, ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നു. ഇല്ലേ? എല്ലാവരും ഇല്ലേ? ഇവിടെ ഉണ്ടല്ലോ, ഇല്ലേ? ഉത്സവം ആഘോഷിക്കില്ലേ? പിറന്നാൾ ആഘോഷിക്കുന്നു, ഓണം ആഘോഷിക്കുന്നു. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കമ്പവലി മത്സരം പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉദ്ഘാടനം ചെയ്യുന്നു. അല്ലെങ്കിൽ ഉറിയടി മത്സരം, അമ്മമാരുടെ തിരുവാതിര ആഘോഷ പരിപാടികൾ, ഇങ്ങനെ എല്ലായിടത്തും ആഘോഷം. നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണോ ആചരിക്കുകയാണോ വേണ്ടതെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യം മനസ്സിലാവും. ആഘോഷിക്കാൻ എല്ലാവരും ഉണ്ടാവും, ഇല്ല? എല്ലാ നാനാജാതി മതം കൂട്ടി പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലല്ലോ. അപ്പം എല്ലാവരെയും വിളിച്ച് ചേർന്ന് കൂടി ആടി ആഘോഷിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ആരാ ആചരിക്കേണ്ടത്? ആചരിക്കാൻ ആരേ ഉണ്ടാവൂ? ഈ ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ടാവുമോ? പിറന്നാളിൻ്റെ ആചാരം എന്താണ്? ആഘോഷം എന്താണ്? ഓണം ആഘോഷിക്കുന്നു, ആചരിക്കുന്നത് ആരാ? അപ്പോൾ ആഘോഷം വേണ്ടെന്നാണോ പറഞ്ഞത്? അല്ലല്ലല്ല, ആഘോഷം വേണം. ആചാരത്തെ മറന്ന് ആഘോഷിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളുടെ വേരുകളിൽ തന്നെ നമ്മൾ മുറിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? പുനഃപ്രതിഷ്ഠ ആണല്ലോ ഇവിടെ ചെയ്യുന്നത്. എന്തൊക്കെയാണ് പുനഃപ്രതിഷ്ഠയുടെ ആചാരങ്ങൾ? നമുക്ക് എത്ര പേർക്ക് ആ ചിന്ത തോന്നിയിട്ടുണ്ടെന്നറിയില്ല. പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി വാദ്യഘോഷവും ചെണ്ടമേളവും പടക്കം പൊട്ടിക്കലും ആചാരമാണോ ആഘോഷമാണോ? ആഘോഷം. അപ്പോൾ ആഘോഷങ്ങളിൽപ്പെട്ട് ആചാരങ്ങൾ അങ്ങ് ചിലപ്പോൾ എന്തായി മാറും? അങ്ങ് താഴെ പോവും. അതുകൊണ്ട് എല്ലാവരോടും ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, ആഘോഷിക്കണം, പക്ഷെ ആചാരങ്ങളെ മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ. ആചാരങ്ങളിൽ നമ്മൾ മുറുകെ പിടിക്കണം, ആചാരങ്ങളിൽ ഉറച്ചു നിൽക്കണം. ആചാരപ്രഭവോ ധർമ്മ, ആചാരപ്രഥമോ ധർമ്മ
എന്നെല്ലാം നമ്മളുടെ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കും. ആചാരമാണ് ധർമ്മത്തിൻ്റെ പ്രഭാവ കാരണം. നമ്മുടെ ധർമ്മം പ്രഭാവിതമായ അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ആചാരങ്ങൾ കൂടിയേ കഴിയൂ. ആചാരമാണ് ധർമ്മത്തിൻ്റെ പ്രഥമമായ ഭാഗം. ആചാരഹീനം ന പുനന്തി വേദാഹ. ആചാരം ഇല്ലാത്തവനെ ശാസ്ത്രങ്ങളും വേദങ്ങളും ഒന്നും ശുദ്ധീകരിക്കില്ല എന്ന് പറയും. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ കുട്ടികൾ, നമ്മളെല്ലാവരും തന്നെയും പെട്ടെന്ന് ആഘോഷങ്ങളിലേക്ക് വഴിമാറിപ്പോവും. ആചാരങ്ങൾ വരുന്ന സമയത്ത് കുഴപ്പമില്ല എന്നൊരു പദപ്രയോഗം നമ്മളങ്ങ് ചെയ്യും. ഇല്ല, ദീപാവലിക്കോ വിഷുവിനൊക്കെ പടക്കം വാങ്ങിയിട്ടില്ലെങ്കിൽ പടക്കം ഇവിടെ പറയില്ലേ, പടക്കം ഇവിടെ എന്താ പറയുക, പടക്കല്ലേ, പടക്കം വാങ്ങിയിട്ടില്ലെങ്കിൽ വീട്ടിൽ പടക്കം പൊട്ടും ചിലപ്പോൾ വേറെ, അല്ലേ? കുട്ടികളെല്ലാവരും കൂടെ ചിലപ്പോൾ വീട് തന്നെ പൊളിച്ച് കളയും. അപ്പം നമ്മൾ നിർബന്ധിതരാവുന്നു ആഘോഷിക്കാൻ. അതേസമയം നമ്മളുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ആചാരങ്ങളെ എങ്ങനെയെങ്കിലും നിലനിർത്തി പരിപോഷിപ്പിച്ച് കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അമ്മമാരോടാണ് ചോദ്യം. അപ്പം നമ്മൾ പറയും കുഴപ്പമില്ല പറയും, ഇല്ലേ? സർവത്ര ഹിന്ദു സമാജത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഈ നാട്ടിൽ അത് ഉണ്ടോയെന്നറിയില്ല. കുഴപ്പമില്ല. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. വരൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പരീക്ഷ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ജോലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. കേട്ടില്ല? ഇവിടെ ഉണ്ടോ അത്? ഞാൻ വിചാരിച്ച അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ ഉണ്ടല്ലേ? അപ്പോൾ സർവത്ര പ്രയോഗിക്കാൻ പറ്റുന്നൊരു പദം മലയാളത്തിലുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നാണ്. അസുഖം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പഠനം എങ്ങനെയുണ്ട്? പഠനം കുഴപ്പമില്ല. പരീക്ഷ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഉത്സവം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്വാമി പറയാം. എന്തെങ്കിലും ഒന്ന് മനുഷ്യജീവിതത്തിൽ ശീലമായി കഴിഞ്ഞാൽ അതെല്ലായിടത്തും പ്രയോഗിക്കും അറിയാതെ. നമ്മളുടെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ സർവത്ര അതങ്ങ് വരും. അതിൻ്റെ യുക്തിയോ അയുക്തിയോ നോക്കിയിട്ടല്ല. ഇല്ല, ഉദാഹരണം പറയാം. ഭയങ്കര ഇഷ്ടം, കേട്ടിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. കേട്ടിട്ടില്ലേ? എല്ലായിടത്തും ഭയങ്കര മധുരമുണ്ട്, ഭയങ്കര രുചി, ഭയങ്കര മധുരം, ഭയങ്കര ഇഷ്ടം. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയം കരോതി ഇതി ഭയങ്കരം, ഭയമുണ്ടാക്കുന്നത്. എനിക്ക് അയാളെ നല്ല ഇഷ്ടമാണെന്ന് പറയേണ്ടതിന് പകരം നമ്മളെന്താ പറയുക? എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. ശരിയാണോ പറഞ്ഞത്? ടി വി തുറന്നു വെച്ചാൽ വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ മണ്ടത്തരം പറയുന്നത് ചാനലുകളിലൂടെ. സെലിബ്രിറ്റീസ് അവരൊക്കെയാണല്ലോ അന്നത്തെ മാതൃകകൾ. എന്തൊക്കെ പൊട്ടത്തരാണേ പറയുക. അത് കേട്ട് നമ്മുടെ കുട്ടികളും. നമ്മളെ കുട്ടികളെന്തിനാണ് പറയുന്നത്? വലിയവരുടെ കാര്യം തന്നെയാണ് അതിലും വലിയ കഷ്ടം. അപ്പം അതേപോലെ തന്നെ കുഴപ്പമില്ല, കുഴപ്പമുള്ളതിനെ കുഴപ്പമുണ്ട് എന്നല്ലേ പറയേണ്ടതാണോ അല്ലയോ? വളരെ ലളിതമായിട്ടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ, മോളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നു ഒരു ദിവസം വീട്ടിലേക്ക്. അപ്പം നമ്മളെല്ലാം അവിടെ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങളൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുത്തു, ചായയും കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ടെമ്പറിലൊക്കെ കൊടുക്കും ചായ. ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടോ? അല്ലാത്തപ്പോൾ നമ്മൾ സാധാരണ ഗ്ലാസ് ഉപയോഗിക്കും. അപ്പോൾ ഈ കുട്ടികളൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഗ്ലാസ് ടംബ്ലറിൽ കൊടുത്തു. സ്റ്റീൽ ഗ്ലാസ്സിന് പകരം സ്റ്റീലിൻ്റെതിന് പകരം സ്റ്റീൽ ടംബ്ലറിന് പകരം ഗ്ലാസ് ടംബ്ലർ കൊടുത്തു. അങ്ങനെ ആ വന്ന കൂട്ടത്തു നിന്ന് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ചായ കൊടുക്കുന്ന ഗ്ലാസ് അങ്ങോട്ട് മറിഞ്ഞു വീണുവേ. ഇവിടെ നോക്കണം എല്ലാവരും. അത് കഴിഞ്ഞിട്ട് പിന്നെ
വീണ സമയത്ത് പൊട്ടിപ്പോയി, ഗ്ലാസ് ടംപ്ലർ അല്ലേ, പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോയപ്പോൾ ഈ കുട്ടിക്കൊരു സങ്കടമായി. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? എന്തു പറഞ്ഞു? കുഴപ്പമില്ല, 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 കുഴപ്പമില്ല. അപ്പോൾ ആ കുട്ടി ആ ഗ്ലാസ് പൊട്ടിയ ചില്ലുകൾ വാരി എടുക്കാൻ കുഴപ്പമുണ്ടോ? വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല, കുഴപ്പം, അത് അമ്മ വാരിക്കോളും, അമ്മ വാരിക്കോളും. വളരെ എന്ത് സ്നേഹമയ്യാണ് നമ്മൾ. ഏതമ്മയാണ് ഈ പറയുന്നതെന്നറിയോ? തലേ ദിവസം നമ്മുടെ മോളെ ആട്ടി മഹിഷാസുരം മർദ്ദിനിയാക്കിയിട്ടുണ്ട്. ഏത്? ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആ കുട്ടിയുടെ അടുത്ത് കയ്യിൽ നിന്ന് വീണിട്ട് അവിടെ ഐഗിരി നന്ദിനി നന്ദിത മേദിനി എന്ന് യുദ്ധം വെട്ടിയ അമ്മയാണ് ഈ പറയുന്നത്. ഏത്? കുഴപ്പമില്ല എന്ന്. അപ്പം ഈ കുട്ടി ആകെ വണ്ടറായിപ്പോയി. ആലോചിച്ച് നോക്കൂ, ശരിയാണോ അല്ലയോ? എല്ലാവരും കൂടെ ഉണ്ടോ? കുറേ സമയമൊന്നും നമുക്കില്ല. അപ്പം ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നല്ല വേഷം കെട്ടാണ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കണത്. അവനവനോട് നീതി പുലർത്താത്ത കളിയല്ലേ ഈ കളി? ആണോ? ഇതല്ലേ നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ കാണുന്നത്? ആ കുട്ടികൾ അതിലും വലിയ വേഷം കെട്ടല്ലേ ഉണ്ടാവുക? ആണോ അല്ലയോ? ആണ്. എന്നിട്ട് നമ്മൾ പറയും കുട്ടികളൊക്കെ മോശമാവുകയാണ്, കുട്ടികളൊക്കെ മോശമാവുകയാണ്. കുട്ടികൾ മോശമാവുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഏതാ? പഠിച്ച സ്കൂളല്ല, ആ വീട്. ഉറപ്പാ. ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും ഉപദേശിക്കുന്ന ഒരു 4 ഉപദേശങ്ങളുണ്ട് കുട്ടികൾക്ക്. ഇവിടെ കുട്ടികളുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടികളൊന്ന് കൈപൊക്ക്, ഏതൊക്കെ ഭാഗത്തായിരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇരുന്നാൽ മതി. ഒന്ന് കൈപൊക്കിയേ, ഇവിടെയുള്ള മക്കളൊക്കെ ഒന്ന് കൈപൊക്കിയേ. ഒരു 10ാം ക്ലാസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെല്ലാവരും കൈപൊക്ക് നോക്കട്ടെ. മതി മതി. അപ്പോൾ ഏകദേശം കുട്ടികൾ അവിടെ ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അമ്മമാർ, രക്ഷിതാക്കൾ, അമ്മ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കുട്ടികൾക്ക് ഒന്നാമതായിട്ട് കൊടുക്കുന്ന ഉപദേശം എന്താണ്? നല്ല കുട്ടിയാവണം. ഇല്ല, നല്ല കുട്ടിയാവണം. ഇതാണ്. മുട്ട് കുത്താൻ ശീലിക്കുന്നതിൻ്റെ മുമ്പേ കൊടുക്കുന്ന ഉപദേശങ്ങളിലൊന്നാണ് നല്ല കുട്ടിയാവണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, കുട്ടിയാണോ നല്ലത്, നമ്മളാണോ നല്ലത്? കുട്ടിയാ? കുട്ടി മോശമായതുകൊണ്ടാണല്ലോ നമ്മൾ നല്ല കുട്ടിയാവണമെന്ന് പറയുന്നത് അല്ലേ? അപ്പം നമ്മളതിനേക്കാൾ നല്ലതാ? കുട്ടി മോശ? ആരുടെ ഉള്ളിലാണ് അസൂയയില്ലാത്തത്, കുശുമ്പില്ലാത്തത്, പരദോഷമില്ലാത്തത്, കുന്നായ്മ? ഈ പദങ്ങളൊക്കെ ഇവിടെ ശരിയാണോ എന്നറിയില്ല. മലബാറിലുള്ള ഓരോ പേരങ്ങ് പറയാന്നേ ഉള്ളൂ. ആരുടെയാണോ ഹൃദയം ശുദ്ധി? കുട്ടിയുടെയാണോ അമ്മയുടെയാണോ? ആരുടെയാണോ മനസ്സ് ശുദ്ധി? അല്ലേ, നല്ല ആളെന്ന് പറഞ്ഞാൽ മനസ്സ് ശുദ്ധമായ ആളല്ലേ? ആണോ? ആർക്കാണോ ഉള്ളു ശുദ്ധമായിട്ടുള്ളത് അയാൾ നല്ലൊരാൾ ആണോ? അല്ലാണ്ട് നല്ലോണം പുട്ടി അടിച്ചിട്ടുള്ള ആൾക്കാരാണോ നല്ലത് എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അപ്പം കുട്ടിയുടെയാണോ അന്ധക്കരണം ഉള്ളു ശുദ്ധമായിട്ടുള്ളത്? കുട്ടിയുടെയാണോ അല്ല വലുതായിട്ടുള്ള ആളുടെയാണോ? എന്നിട്ട് നമ്മൾ കുട്ടിയോട് പറയാം നല്ല കുട്ടിയാവണം, നല്ല കുട്ടിയാവണമെന്ന്. എന്തും മണ്ടത്തരാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് തിരിച്ച് ചോദിക്കാൻ കുറച്ച് വിവരമുണ്ടെങ്കിൽ പിന്നെ ആ പദം പറയാൻ, ആ വാക്ക് പറയാൻ നമുക്ക് കഴിയില്ല. ഇനി എന്തായാലും കുട്ടികൾ ചോദിക്കണ്ടാവും ഇന്ന് ദിവസം കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ഉപദേശമുണ്ട്. കഴിക്ക് മോനെ, കഴിക്ക് 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 കഴിക്ക്. 2. മൂന്നാമത്തെ ഉപദേശം പഠിക്ക് 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 പഠിക്ക്. 4ാമത്തെ ഉപദേശം വേണ്ട 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 എന്ന് പറഞ്ഞില്ലേ? ഈ 4 ഉപദേശങ്ങളാൽ സമ്പന്നമല്ലേ നമ്മുടെ വീടുകൾ? ആണോ? ഇല്ല. മക്കൾ പറയൂ, സ്വാമി പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. ശരിയാണോ? ആണെങ്കിൽ ആണ് പറയൂ, അല്ല എന്ന് പറയൂ, അല്ലെങ്കിൽ പറയൂ. ആണോ? ആണോ? ഇവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട് എന്നൊന്നും ഇപ്പം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഉറക്കെ പറഞ്ഞോളൂ. ശരിയാണോ? ഈ ഉപദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അനുസരിക്കാനാണോ തോന്നുക? അല്ല, അനുസരിക്കാതിരിക്കാനോ? അനുസരിക്കാനാ? കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് അനുസരിക്കാൻ തോന്നൂല്ലേ?
നല്ല കുട്ടി ആവണമെന്ന് ഇങ്ങോട്ട് കേൾക്കുമ്പോൾ എങ്ങനെ ഇപ്പം ഒന്ന് നല്ല കുട്ടിയാവുക? ഔ എൻ്റെ ഈശ്വര, ഇപ്പം തന്നെ ഇങ്ങോട്ട് നന്നായാൽ മതിയെന്നു ഒന്ന് ചിന്തിക്കുമോ നമ്മൾ? ഈ ചെവി ഇങ്ങോട്ട് പൊത്താനാ തോന്നുക അല്ലേ? കേട്ട് കേട്ട് കേട്ടിട്ടേ മതിയായി. ചിന്തിച്ചു നോക്കൂ. സത്യത്തിൽ ഉപദേശങ്ങളെ കൊണ്ട് ഒരാൾക്കൊരു മാറ്റവും വരാൻ പറ്റില്ല. പറ്റും. ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത് നമ്മുടെ വീടുകളിൽ ആരെയാണ്? അമ്മ, അച്ഛൻ. നമ്മൾ ഈ വക കാര്യങ്ങൾ പറയാൻ അർഹരാണോ എന്നൊരു ചോദ്യം അവിടെ ശേഷിക്കും, ഇല്ലേ? അല്ല, സത്യം പറയണമെന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. അതേ കുട്ടികളോട് ഒരു 10 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ സത്യമൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഒന്നാം തരം കള്ളത്തരം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കേ. അപ്പോൾ ആ കുട്ടി അമ്മ എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞപ്പോൾ? അപ്പോൾ അമ്മയോ അച്ഛനോ ഒക്കെ പറയുക എല്ലാ സത്യമൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാലം എന്നോട് സത്യം പറയണം, സത്യം പറയണം, സത്യമേ പറയാവൂ എന്ന് പറഞ്ഞത് എന്ത് ഒയ്യോയ്യോ, എന്ത് കഷ്ടമാണിതൊക്കെ. ഇതെന്തിനാണ് സ്വാമി ഇത്രയും പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ നമ്മൾക്ക് നമ്മളുടെ തലമുറയെ വളർത്താൻ അറിയില്ല എന്നുള്ള ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? നമ്മുടെ തലമുറയെ നാളത്തേക്ക് വേണ്ടി വളർത്താൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു സമാജം ഉത്തരാധുനിക ലോകത്ത് ജീവിക്കാൻ കഴിവുള്ളവരല്ല. എന്ത്? മുന്നോട്ട് ജീവിക്കാൻ സ്വയം കഴിവുള്ളവരല്ലാതെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. നല്ല കുട്ടി, ഈ നല്ല കുട്ടിയാണ് നല്ല ആളാവുന്നത് ഇല്ലേ? വലുതായിട്ട് ഇവിടെ ഉണ്ടോ? എല്ലാവരും കൂടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടാവണേ. ഇവിടെ എങ്ങോട്ടെങ്കിലും നോക്കുന്ന സംഗതി പോകും. നല്ല കുട്ടികളാണ് നല്ല ആളുകളാവുന്നത്. എന്താണ് നല്ല കുട്ടി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നല്ല കുട്ടി എന്ന് നമ്മുടെ കുട്ടി നമ്മളോട് ചോദിച്ചാൽ, അമ്മേ ടെൽ മീ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നല്ല കുട്ടി, ടെൽ മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഒരു ചോദ്യത്തിന് അവിടെ ഒരു ചാൻസ് ഉണ്ട് അല്ലേ? എന്താ ഈ നല്ല കുട്ടി? അതിങ്ങോട്ട് പറഞ്ഞുക. അപ്പം നമ്മൾ പറയണ്ടാവും രാവിലെ എണീക്കണം, പല്ല് തേക്കണം, കുളിക്കണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്നിട്ട് ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും 4 കൂടി നിങ്ങളാരും ചെയ്യുന്നില്ലല്ലോ. ചോദിക്കണം മക്കളെ, തിരിച്ച് ചോദിക്കൂ. അപ്പം നമ്മുടെ കുടുംബത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഈ ചോദിക്കാത്തതാണ് നമ്മളുടെ കുട്ടികളെ നേരാവണ്ണം നല്ല വഴിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കാതെ പോയതും നിങ്ങൾക്കതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ അന്ധമായി അനുസരിക്കേണ്ടി വന്നതിൻ്റെയും പിറകിൽ ഈ ചോദിക്കാത്തതാണ്. ചോദിച്ചാൽ ആൻസറബിൾ ആയിരിക്കണം, നമ്മൾ ഉത്തരം ഉണ്ടായിരിക്കണം നമുക്ക്. അതെന്തിനാ അമ്മ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന കാര്യത്തിനാണ് അത് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിവുള്ള അമ്മമാരുടെ എണ്ണം സമാജത്തിൽ വർദ്ധിച്ചു വരണം. അതിനെന്താ വേണ്ടത്? രാവിലെ ഒരു പടക്കം, ഉച്ചയ്ക്ക് ഒരു പടക്കം, വൈകുന്നേരം ഒരു 10 പടക്കം, രാത്രി കതിന പൊട്ടിക്കുക. അങ്ങനെ അങ്ങ് പൊട്ടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ജ്ഞാനം, അറിവ്, ആചാരവും അറിവും അതിൻ്റെ കൂടെ അല്പം ആഘോഷമാവാം. എന്ത്? എവിടെ അറിവുണ്ടോ, എവിടെ ആചാരമുണ്ടോ, എങ്ങനെ? അറിവിനനുസരിച്ച ആചാരം. അറിവുണ്ടാവണം നമുക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, അറിവുണ്ടാവണം നമുക്ക് നമ്മുടെ ആധ്യാത്മികതയെയും ധാർമ്മികതയെയും കുറിച്ച്. ആ അറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ആ അറിവോടുകൂടിയുള്ള ജീവിതത്തിനെയാണ് നമ്മൾ ആചാരസഹിതമായ, അറിവോടുകൂടിയ, ആചാരത്തോടു കൂടിയ ജീവിതം എന്ന് പറയുന്നത്. ജ്ഞാന ആചാര സംയുക്തമാകുമ്പോഴേ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നല്ല ഗതി ഉണ്ടാവുള്ളൂ. അറിവില്ലാത്ത ആളുകൾക്കും ജീവിതത്തിൽ അപകടം പറ്റും, ആചാരമില്ലാത്ത ആളുകൾക്കും അബദ്ധങ്ങൾ പറ്റും. ഇനി നല്ല ആളെന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം? ലോകത്തിൽ ഒറ്റ ഉത്തരവുള്ളൂ അതിന്. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യേണ്ടത്
ചെയ്യേണ്ട പോലെ ചെയ്യാൻ കഴിയുന്നവനെയാണ് നമ്മൾ നല്ല ആളെന്ന് പറയേണ്ടത്. അല്ലാതെ ഇവിടെ അടി കെട്ടിയ ഇവിടെയും കാണിച്ചു കൊടുക്കുക, ഇവിടുത്തെ പല്ല് പോയിട്ടുണ്ടാവുകയെ, എന്നിട്ടും എന്താ ചെയ്യേണ്ടത്? ഇപ്പുറം കൂടി കാണിച്ചു കൊടുക്കണം അല്ലേ? ആരോ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഇടത് കവിളിലോ ഇടത് ഭാഗത്ത് അടി കിട്ടിയാൽ നീ വലതു ഭാഗവും കാണിച്ചു കൊടുക്കുക. ഓ, അപ്പോൾ തലയ്ക്ക് കിട്ടിയാലോ തല താഴ്ത്തി കൊടുക്കുക. ഇത്തരം മണ്ടൻ ഉപദേശങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ മിഡിലിൽ നിൽക്കുക, എയറിലായിരിക്കുകയാണ് ഇന്നത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ. സത്യത്തിൽ നല്ല ആൾ, നല്ല വ്യക്തി, നല്ല കുട്ടി എന്തു പറഞ്ഞാലും അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. നല്ല വിദ്യാർത്ഥി എന്താണ്? പഠിക്കേണ്ടപ്പോൾ പഠിക്കേണ്ട പോലെ പഠിക്കുന്നുണ്ടെങ്കിൽ അയാൾ നല്ല വിദ്യാർത്ഥിയാണ്. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ നല്ല ആളാണ്. രാമൻ നല്ല ആളായിരുന്നു. രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ എന്ന് വാൽമീകി എഴുതി വച്ചു. രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്. അന്നത്തെ കാലത്ത് എന്താണോ ധർമ്മം അത് രാമൻ അനുഷ്ഠിച്ചു. ഇന്നത്തെ കാലത്ത് എന്താണോ നമ്മളുടെ ധർമ്മം അത് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാമനെ പിൻപറ്റുന്നവരാണ്. പക്ഷേ ഇല്ല. ഇതാണ് നേരത്തെ പറഞ്ഞത്. ഒരു കാലത്ത് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ കഴിയാത്തവരാണ് നാം ഹിന്ദുക്കൾ. ആണോ അല്ലയോ? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും സത്യം അതാണ്. മറ്റു മതവിശ്വാസികളെയൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ. ഒരു റിലീജിയൻ എന്നുള്ള നിലയ്ക്ക് അവരവരുടെ കാലത്ത് ചെയ്യേണ്ടത് ചെയ്യാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. ആ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്ക് കഴിയും. നമ്മൾക്കോ? ചിന്തിച്ചു നോക്കൂ, ശരിയാണോ സ്വാമി പറഞ്ഞതെന്ന്? ഇതിനെ കൊണ്ടാണ് പറഞ്ഞത് നേരത്തെ, വാസ്തവത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ അറിയില്ല. ഒറ്റ ഉദാഹരണം പറയാം. സ്വത്തും ധനവും കൂടുതലുണ്ട് ഒരാൾക്ക്, ഏറ്റവും വലിയ പണക്കാരനാണ് അയാൾക്ക് കൊല്ലം ജില്ലയിൽ പല ബിസിനസ്സുകളുണ്ട്. മനസ്സിലായോ? പല സ്ഥാപനങ്ങളും അയാൾക്കുണ്ട്. ഒരു 10ഓളം സ്ഥാപനങ്ങളുണ്ട് എന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഒരു വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ ചെന്ന സമയത്ത് വേറെ ഒന്നും വന്നല്ല, വെറുതെ ഒന്ന് പരിചയപ്പെടാൻ പോയതാണ്. ആ വീട്ടിൽ വലിയ വീടുമാണ് കേട്ടോ, വലിയ വീടുമാണ്. കാറുകളുണ്ട്, കാറ് മാത്രമല്ല കാറുകൾ തന്നെയുണ്ട്. പിന്നെ സ്ഥലമുണ്ട്, ഭൂമിയുണ്ട്. പിന്നെ പരിചയപ്പെട്ട് വന്നപ്പോൾ ആ ബിസിനസ് എൻ്റെയാണ്, ഈ ബിസിനസ് എൻ്റെയാണ്. ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു. ഞാനും ഭാര്യയും പിന്നെ മോനുമാണുള്ളത് എന്ന് പറഞ്ഞു. എന്ത്? ഞാനും ഭാര്യയും മോൻ. മനസ്സിലായോ? ഒരു മോനേ ഉള്ളൂ, ഒരു കുട്ടിയുള്ളൂ സ്വാമി. എന്ത്? ഒരു കുട്ടിയുള്ളൂ. പണമുണ്ടോ? ഉണ്ട്. വിദ്യാഭ്യാസമുണ്ടോ? ഉണ്ട്. സമ്പത്തുണ്ടോ? അല്ല, ഉണ്ട്. ബിസിനസ്സുണ്ടോ? വ്യാപാരമുണ്ടോ? സർവ്വതുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ആരാ ഇതൊക്കെ കൊണ്ടു നടക്കേണ്ടത്? ഈ ഒരു കുട്ടി. ഈ ഒരു കുട്ടിക്ക് മാത്രം അത് കൊണ്ടു നടക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്ന് വിചാരിച്ചിട്ട് മഹാവിഷ്ണു അവതാരം എടുത്തിട്ട് പന്നിയായിട്ട് അവതരിച്ചു കേട്ടോ ഒരു കാലത്ത്. അത് കഴിഞ്ഞിട്ട് ദേവന്മാർ അവതാര കൃത്യമൊക്കെ കഴിഞ്ഞ ശേഷം ഭഗവാനോട് പറയുക, കഴിഞ്ഞു, പോകണില്ല, അത് പോവല്ലേ തിരിച്ച്. അപ്പം എന്താ? പന്നിയല്ലേ, കുറേ മക്കളൊക്കെ ഉണ്ട് അല്ലേ, ഇതിലിങ്ങനെ മുഴുകി രമിച്ചിരിക്കുക. അപ്പോൾ ദേവന്മാർ വിളിച്ച് ചോദിക്കുക, അല്ല ഭഗവാനെ,
അവതാര കൃത്യമൊക്കെ കഴിഞ്ഞല്ലോ, നമുക്ക് പോവല്ലേ തിരിച്ച്. അപ്പം ഭഗവാൻ പോലും മറന്നുപോയി. ഏതിൽ? ഈ മക്കളെല്ലാം കൂടിയായിട്ട്. അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റുപറ്റിയിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലെങ്കിലും സന്തതികൾ വേണ്ടേ? വേണോ വേണ്ടയോ? കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റുപറ്റിയിട്ടില്ല എനിക്ക് എന്ന് വിചാരിക്കാൻ പോന്ന തരത്തിലുള്ള സന്തതികളെങ്കിലും വേണ്ടയോ? എന്താ അഭിപ്രായം? എത്ര മക്കൾ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ഇതാണ്. കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന അത്രയും മക്കൾ. അതെത്രയാ സംഖ്യ ഉണ്ടോ അതിന്? ഇല്ല, സംഖ്യയൊന്നുമില്ല. പക്ഷേ സ്വയം നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഓരോന്നിനെയും ഇങ്ങനെ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. ഓരോന്നിനെയും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, പറ്റിക്കൊണ്ടിരിക്കുകയാണോ എന്ന് മനസ്സിലാവും. അതുകൊണ്ട് നല്ല ആൾ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ട പോലെ ചെയ്യാൻ കഴിയുന്നവനാണ്. ആരാണ് നല്ല ഹിന്ദു? ഇനി നമ്മൾ നമ്മുടെ വിധത്തിലേക്ക് വരാം, ഇല്ലേ? ആരാ നല്ല ഹിന്ദു? ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ആരാണോ അറിയേണ്ടത് അറിഞ്ഞ് ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ട പോലെ ചെയ്ത് ജീവിക്കുന്നത്, അയാളല്ലേ നല്ല ഹിന്ദു ആവുള്ളൂ. ആണോ അല്ലയോ? ആണോ? എന്ത്? ഹിന്ദു എന്നുള്ള നിലയ്ക്ക് അറിയേണ്ടതിൻ്റെ അറിവോടുകൂടി ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ട പോലെ ചെയ്ത് ജീവിക്കുന്നവനെ അല്ലേ നമ്മൾ നല്ല ഹിന്ദു എന്ന് പറയുക. ആണോ അല്ലയോ? ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായവരൊരു കൈ വയ്ക്കേ. എനിക്ക് ഇനി അത് പറയണ്ടല്ലോ, താഴ്ത്തു മതി, സന്തോഷമുണ്ട്. ഇനി പറയാനുള്ളത് ഹിന്ദുധർമ്മം ഏകേശ്വര സിദ്ധാന്തത്തിൻ്റെയും ബഹുദൈവ വിശ്വാസത്തിൻ്റെയും ധർമ്മമാണ്. എന്താണ് ഏക ഈശ്വര സിദ്ധാന്തം? എത്ര ഈശ്വരന്മാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ ദൈവങ്ങളോ? നമ്മൾ കുറേ ബഹുദൈവ വിശ്വാസികളല്ലേ നമുക്ക് ഒരുപാട് ദൈവങ്ങളില്ലേ? ഇന്നത്തെ കുട്ടികളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വിഷയത്തിൽ വലിയ ആശങ്കയുണ്ട്. ഒരു ദൈവമേ ഉണ്ടാകാവൂ, കുറേ ദൈവങ്ങളെ പൂജിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മണ്ടത്തരൊക്കെ ആയിട്ടാണ് പുതിയ തലമുറ കാണുന്നത്. പല ആൾക്കാരും നമ്മളുടെ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ ദൈവങ്ങളല്ലേ എന്നൊക്കെ കുട്ടികളൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മമാരോടൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയാനില്ലാതെയാവും. കൃത്യമായി മനസ്സിലാക്കുക, ഏകോ ദേവ സർവഭൂതേഷു ഗൂഢഃ ഏകം സദ് വിപ്രാ ബഹുധാ വദന്തി ഏക ഏവ ഈശ്വരഃ എന്ന് വേദത്തിലെല്ലാം നിരവധി വാക്യങ്ങളുണ്ട് ഈശ്വരൻ ഏകനാണ് എന്നുള്ളതിൽ. അതുകൊണ്ട് ഹിന്ദുധർമ്മമാണ്, സനാതനധർമ്മമാണ് ലോകത്തിൽ ഈശ്വരൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ഏകത്വത്തെക്കുറിച്ചും ലോകത്തിനോട് മുഴുവൻ പറഞ്ഞത് നമ്മുടെ ഋഷിമാരാണ്. ഈശ്വരനൊന്നേ ഉള്ളൂ. അത് 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, ഒന്നുമില്ല. ഏക ഏവഹ, ഒന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ബഹുദൈവ വിശ്വാസികളല്ലേ? അതെ, ആണല്ലോ. ഏക ഈശ്വര സിദ്ധാന്തത്തിൻ്റെയും
ബഹുദൈവ വിശ്വാസത്തിൻ്റെയും ധർമ്മമാണ് സനാതനധർമ്മം. ഇതാണ് ഇതിൻ്റെ ആൻസർ. എന്താണ്? ഏക ഈശ്വര സിദ്ധാന്തമാണ് നമ്മുടേത്. ഈശ്വരൻ ഏകനാണ്. എന്താണ് ഈശ്വരൻ? ഈ സകലമാന പ്രപഞ്ചത്തിനും ഹേതുവായ ആദി കാരണത്തെ, ഇതിൻ്റെ പിന്നിലുള്ള കാരണത്തെ, ഈ സർവത്തിൻ്റെയും ചലനത്തിനും അചലനത്തിനും ഈ ചരാചരങ്ങൾക്ക് മുഴുവൻ ഹേതുവായ കാരണത്തെയാണ് നമ്മൾ, കോസിനെയാണ്, അതിൻ്റെ സോഴ്സിനെയാണ് വാസ്തവത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. എന്താണ് ഈശ്വരൻ എന്ന് ചോദിക്കുന്ന സമയത്ത് വേദം പറയുന്നു, ശിഷ്യനോട് ഗുരു പറയുക, യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ, എവിടെ നിന്നാണ് ഈ സർവഭൂതങ്ങളും സകലതും ഉണ്ടായത്? ഈ ഉണ്ടായതെല്ലാം എവിടെയാണ് സകലതും നിലനിൽക്കുന്നത്? ഉണ്ടായതെല്ലാം യാതൊന്നിലാൽ നിലനിൽക്കുന്നുവോ? ഈ നിലനിൽക്കുന്നു തോന്നുന്ന സകലതും യത് പ്രയന്തി അഭിസംവിശന്തി, യാതൊന്നിലേക്കാണോ തിരിച്ചു പോകുന്നത്? ആ പരമമായ സത്യത്തിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. തദ് വിജിജ്ഞാസസ്വ, അതറിയാൻ ആഗ്രഹിക്കുക അതിനെക്കുറിച്ച്. തദ് ബ്രഹ്മേതി, അത് ബ്രഹ്മമാണ് എന്ന് ഉപനിഷത്തിലെ മന്ത്രം പറയുന്നു. പറഞ്ഞുകൊണ്ട് വന്നത് പരമമായ സത്യം ഏകവും അദ്വിതീയവുമാണ്, രണ്ടില്ലാത്ത ഒന്നാണ്, സംശയമില്ല. എന്നാൽ മനുഷ്യരായ നമ്മളുടെ സ്വഭാവ ഗുണ വൈചിത്ര്യം കൊണ്ട് ആ ഈശ്വരൻ്റെ നാമരൂപ ഗുണക്രിയാ സംബന്ധങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നാം വ്യത്യസ്തമായ ദേവതകളെ സൃഷ്ടിക്കുകയാണ്. എന്തിന്? ഉപാസകാനാം സിദ്ധ്യർത്ഥം ഈശ്വരേ ദേവഭാവന. ഉപാസകന്മാരുടെ ഭിന്ന രുചിർ ലോകർ ഭിന്ന രുചിയോടുകൂടിയതാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ? ഒരേ ആശയമാണോ? ഒരേ രുചിയാണോ? ഒരേ ഇഷ്ടമാണോ? അല്ലല്ലോ. അപ്പോൾ വ്യത്യസ്ത ഇഷ്ടങ്ങളോട് കൂടിയ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈശ്വരനിൽ ദേവഭാവനയെ കൽപ്പിച്ചു. ദേവിയായി, ദേവനായി, കുട്ടിയായി, മകനായി, മാനായി, മയിലായി, ഏത് വിധത്തിൽ വേണമെങ്കിലും. എന്താണ്? സത്യമേകമാണ്. എന്നാൽ ഉപാസനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, എല്ലാം വേണ്ടി വൈവിധ്യപൂർണമായ ദേവതാ ഉപാസനകളെ നമുക്ക് തന്നു. അപ്പോൾ ബഹുദൈവ വിശ്വാസികളായി നമ്മൾ. എന്താണ്? ദേവത, ദൈവം, ഈശ്വരനല്ല. ദേവതകളിലൂടെ നമ്മൾ ഈശ്വരനെ കാണുന്നു. പാർവതിയിലൂടെ പരമേശ്വരിയെ കാണുന്നു. ശിവനിലൂടെ പരമാത്മാവിനെ കാണാൻ ശ്രമിക്കുന്നു. വിഷ്ണുവിലൂടെ പരബ്രഹ്മത്തെ കാണാൻ ശ്രമിക്കുന്നു. അങ്ങനെ നാമം, രൂപം, ഗുണം, ക്രിയ. വിഷ്ണുവിന് നാമമുണ്ട്, രൂപമുണ്ട്, വിഷ്ണു ഭഗവാന് ഗുണങ്ങളുണ്ട്, ഇല്ലേ? ക്രിയകളുണ്ട്. ഭഗവാന്റെ ലീലകളെല്ലാം നമ്മൾ കേൾക്കും. അപ്പം നമ്മൾക്കതിൽ മനസ്സിരിക്കും. ഈശ്വരൻ എന്ന വാക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിരിക്കുന്നുണ്ടോ? ഉണ്ടോ? നാമമില്ല, രൂപമില്ല, ഗുണമില്ല, ക്രിയയുമില്ല. മനസ്സിരിക്കുമോ? ഇരിക്കുമോ? ഇല്ല. അതുകൊണ്ട് സാധാരണക്കാരായ നമ്മളുടെ മനസ്സിനെ ഇരുത്താൻ, മനസ്സിന് ആലംബനമുണ്ടാവാൻ വിശിഷ്ടമായ പദ്ധതിയാണ് ദേവതാ ഉപാസന. ഈ ഒരു ഏകേശ്വര സിദ്ധാന്തത്തിൻ്റെയും ബഹുദൈവ വിശ്വാസത്തിൻ്റെയും മാർഗം ഇതാണ് ലോകത്തിലെ സകല സമസ്യകൾക്കുള്ള പരിഹാരം. ഇല്ലെങ്കിലോ എൻ്റെ ദൈവമാണ് ശരി, കണ്ടിട്ടില്ലേ? നിൻ്റെ ദൈവം അത്ര പോരാ. ഈ ദൈവം എന്ന് പറയുന്നത് മുഴുവൻ ദേവതകളാണ്. ഈശ്വരൻ ആരുടെയെങ്കിലും ആണോ?
ഹിന്ദുവിനൊരു ഈശ്വരൻ, ക്രിസ്ത്യാനിക്ക് വേറൊരു ഈശ്വരൻ ഉണ്ടോ? മുസ്ലിമിന് വേറെ ഈശ്വരൻ ഉണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമാണ് ഈശ്വരനെങ്കിൽ ജാതിക്കും മതത്തിനും അനുസരിച്ച് ഈശ്വരൻ ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യരുടെ ഗുണത്തിനും ക്രിയയ്ക്കും സ്വഭാവത്തിനും അഭിരുചിക്കും അനുസരിച്ച് വ്യത്യസ്ത ദേവതകളെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടേ? അതിനെ അനുവദിക്കണ്ടേ? വേണോ? നീ നിൻ്റേത് നിനക്ക്, എൻ്റേത് എനിക്ക്, അവൻ്റേത് അവന്. കുഴപ്പമുണ്ടോ? അല്ല, നിൻ്റേതല്ല ശരി, എൻ്റേതാണ് ശരി എന്ന് പറഞ്ഞാലോ? ഈ രണ്ടും ഈശ്വരനെ കുറിച്ചല്ല, ദേവതകളെക്കുറിച്ചാണ്. കർത്താവ് ദേവതയാണോ ഈശ്വരനാണോ? ജീസസ് ദേവതയാണോ ഈശ്വരനാണോ? അള്ളാഹു ഈശ്വരനാണോ ദേവതയാണോ? സ്വയം ചിന്തിക്കുക. വിഷ്ണു ദേവതയാണോ ഈശ്വരനാണോ? നമ്മുടെ വിഷ്ണു ദേവതയാണ് എങ്കിൽ നിങ്ങൾ പ്രത്യേകമായി എന്തെങ്കിലും ഒന്നിനെ പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്താണ്? ദേവത. ഈശ്വരനല്ല. ഈശ്വരൻ ആരുടെയും സ്വന്തമല്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇല്ല? എന്നാൽ വീട്ടിൽ പോയിട്ട് നല്ലോണം ആലോചിക്കുക. വേറെ ശബ്ദകോലാഹലങ്ങൾ കേട്ടിട്ട് ഇത് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശരി, എന്തായാലും കൊള്ളാം. ഹിന്ദു ധർമ്മം ഏകേശ്വര സിദ്ധാന്തത്തിൻ്റെയും ബഹുദൈവ വിശ്വാസത്തിൻ്റെയും ധർമ്മമാണ്. ദേവതാ ഉപാസന പ്രത്യേകമായ പദ്ധതിയാണ്. ദേവതാ ഉപാസന ഫലിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് വിശ്വാസമാണ്. എന്താണ്? എൻ്റെ ഭഗവതി എന്നെ രക്ഷിച്ചു എന്നൊരാൾ പറഞ്ഞു. എനിക്ക് വേണ്ടത്ര രക്ഷ കിട്ടിയില്ല എന്ന് വേറൊരാൾ പറഞ്ഞു. എന്താ കാരണം? ആദ്യം പറഞ്ഞ ആൾക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. രണ്ടാമത് പറഞ്ഞ ആൾക്കോ അചഞ്ചലമായ ഭക്തി ഇല്ല. അപ്പോൾ ഭഗവതി രക്ഷിക്കണമെങ്കിൽ ഭഗവതിയിൽ ഭക്തി വേണം, വിശ്വാസം വേണം, ദൃഢപ്രതിപത്തി വേണം. ശരി, എന്തായാലും അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറഞ്ഞത്. ദേവത ബഹുദൈവ വിശ്വാസം. മനസ്സിലായോ? ഏകേശ്വര സിദ്ധാന്തം. എന്താണ് സിദ്ധാന്തം? അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന നിഗമനമാണ് സിദ്ധാന്തം. എന്താണ്? നമ്മളൊരു വിഷയത്തെ പഠിച്ച് മനസ്സിലാക്കി അതിൽ തന്നെ അനലൈസ് ചെയ്ത് വിചാരം ചെയ്ത് നമ്മൾ എവിടെയാണോ എത്തുക, അത് സിദ്ധാന്തം. ശരി, ഈ ഒരു കാര്യം മനസ്സിലാക്കി ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ സനാതനധർമ്മത്തെ നോക്കാൻ ശ്രമിച്ചാൽ പല പ്രശ്നങ്ങളുടെയും പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മളുടെ ആചാരങ്ങളുടെ, നമ്മളുടെ വിശ്വാസങ്ങളുടെ, നമ്മളുടെ ഭക്തിയുടെ, നമ്മളുടെ ശീലങ്ങളുടെ, നമ്മളുടെ ജീവിത രീതികളുടെ എല്ലാം പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് നമ്മുടെ ധർമ്മത്തെ നോക്കിക്കാണാൻ സാധിക്കണം. നോക്കൂ, ലോകം മുഴുവൻ മതത്തിൻ്റെ പേരിൽ ഇല്ലേ, എത്ര ഭീകരമാണ്. മതം നോക്കിയിട്ടൊക്കെ വെടിവെച്ച് കൊല്ലുന്ന കാലമാണ് ഇല്ലേ. എന്തായാലും വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഭാരത മാതാവ് വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മണ്ണല്ല. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പ്രിയപത്നിയായ ദുർഗാ പരമേശ്വരിയാണ്. അതുതന്നെയാണ് പാർവതി ദേവിയും. കുറച്ച് ദിവസമായിട്ട് ദുർഗാ പരമേശ്വരിയായ പാർവതി ദേവി ഭക്ഷണം കഴിക്കണില്ലായിരുന്നു കൈലാസത്തിൽ. വല്ലാത്ത വിഷമത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. ഇന്നലെയൊക്കെയാണ് ശരിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പം സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, ക്ഷമിക്കൂ, ക്ഷമിക്കൂ പ്രിയേ, വെയിറ്റ് ആൻഡ് സീ. എല്ലാം വേണ്ടതുപോലെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താക്കന്മാരോട് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പോവില്ല. നമ്മളെന്താ പറയുക? നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ? കുട്ടികളുടെ കാര്യത്തിലൊക്കെ ബേജാറ് നമുക്ക് കൂടുതലായിരിക്കും ഇല്ലേ? നിങ്ങൾക്കൊരു ശുഷ്കാന്തി ഇല്ല, ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ? അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, എല്ലാം ക്ഷമി. എന്താണ്? ക്ഷമാകരോ ഭഗവതി. ക്ഷമ
ക്ഷമ്യതാം കിഞ്ചിത് ദിനാനി ക്ഷമ്യതാം, കുറച്ച് ദിവസം ക്ഷമിക്കൂ. എന്നിട്ടും ആ അമ്മ നല്ലവണ്ണം ചായ കുടിച്ചിട്ടൊന്നുമില്ല, ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. ഇന്നലെ തൊട്ട് നല്ലോണം കഴിക്കാൻ തുടങ്ങി. മനസ്സിലായോ? പറഞ്ഞതെന്താ മനസ്സിലായോ? ചിലർക്കൊന്നും ഓടി ഉണ്ടാവില്ലല്ലേ. കണ്ടിട്ടില്ലേ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട്? വി ഹാവ് ടു സീ റിയൽ, ഡോൺ സീരിയൽ. എന്താണ്? സീ റിയൽ, ഡോൺ സീരിയൽ. സീരിയൽ ഒന്ന് മാറ്റിയിട്ട് സീ റിയൽ. അപ്പം കാര്യം മനസ്സിലാവും. ശരി, എന്തായാലും വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മളുടെ അമ്മമാർ തിലകം സിന്ദൂരം മായ്ക്കേണ്ടി വന്നു ഇല്ലേ? അവരവരുടെ പ്രിയ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീ സിന്ദൂരം അല്ലേ മായ്ക്കില്ലേ നമ്മൾ? അങ്ങനെയുള്ള ദേവിമാർക്ക് ആ പരമേശ്വരി തന്നെ സിന്ദൂരം വായിച്ചു എന്നാണ് പറഞ്ഞത്, കൈലാസപതി. ഞാൻ ധരിക്കണില്ല ഇനി പറഞ്ഞു അത്രേ. ഞാൻ ധരിക്കണില്ല എന്ന് പറഞ്ഞു കൈലാസത്തിലിരുന്നിട്ട്, വായിച്ചു അത്രേ. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത്. വളരെ സന്തോഷമുണ്ട്. വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നത് കേവലം ഒരു മണ്ണായിട്ടല്ല. ഭഗവാൻ പരമേശ്വരൻ്റെ പ്രിയപത്നിയായ പാർവതി പരമേശ്വരി, അവളുടെ പാദമാണ് ശ്രീപാദശില കന്യാകുമാരിയിൽ. അവരുടെ ശിരസ്സാണ് കാശ്മീരം, അവരുടെ കൈയാണ് ബംഗാളം, അവളുടെ വലത് കൈ എന്നോ വെട്ടിമാറ്റപ്പെട്ടു. അവളുടെ പാദങ്ങളാണ് കേരളം. കാലുവേദനയും തലവേദനയും ആ അമ്മയ്ക്ക് മാറുന്നില്ല. നമുക്ക് കാലുവേദനയെങ്കിലും മാറ്റിക്കൂടെ? തലവേദന മാറ്റേണ്ടത് നമുക്ക് കഴിയില്ല, കാരണം കാശ്മീരം വരെ പോയി ഒന്നും തലവേദന മാറ്റാൻ നമുക്ക് കഴിയില്ല. നമുക്ക് കാലുകളെ ശ്രദ്ധിക്കാം. നമ്മളുടെ അമ്മയുടെ കാലുകൾക്ക് വേദന ഇല്ലാതിരിക്കട്ടെ. നമ്മളായിട്ട് വേദനിപ്പിക്കാതിരിക്കുക, വേദനിപ്പിക്കുന്നവരെ അതിന് അനുവദിക്കാതിരിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇല്ല? ശരി, എന്തായാലും കൊള്ളാം. എന്തായാലും ഇന്ന് സനാതനധർമ്മികളായ നമ്മൾ വലിയ ആശങ്കയിൽപ്പെടേണ്ട ഒരു കാലം തന്നെയാണ്. നമ്മുടെ തലമുറ, നമ്മളുടെ ജീവിതം, നമ്മളുടെ മുന്നോട്ടുള്ള ഗതി, ഇതിലൊക്കെ ചില വ്യത്യാസങ്ങൾ, വലിയതായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് പരിഹാരം? 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെയൊക്കെ വീടുകളിൽ പരിഹാരാത്മകമായ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആരെയും വേദനിപ്പിക്കാൻ സ്വാമിക്ക് സമയമില്ല. ഒന്നാമതായി പറയാനുള്ളത്, ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാറുണ്ടോ നമ്മുടെ വീടുകളിൽ എന്നൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. എത്ര വീടുകളിൽ ഞങ്ങൾ രാത്രി ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാറുണ്ട്? അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിയേ. മതി, ഇനി അധികം പൊക്കണ്ട, ബസ്. ആദ്യം പൊക്കിയവരാണ് ശരി. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കൂ. ആ ഊണ് കഴിക്കുന്ന സമയം നമ്മളുടെ ഡിസ്കഷനുള്ള സമയമാവട്ടെ. മക്കളോട് പറയാനുള്ളത് പറയൂ. നാളെ ഞാൻ കൊല്ലം ടൗണിൽ വരെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറയൂ. തിരുവനന്തപുരത്ത് നിന്ന് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടെ പറയൂ. അപ്പം കുട്ടികളും പറയും അവരുടെ കാര്യങ്ങളില്ലേ? ആദ്യം ആരാ പറയേണ്ടത്? നമ്മളുടെ ഭാഗത്തു നിന്ന് ആവട്ടെ ആരംഭം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് അമ്മ എന്ന് പറയുമ്പോൾ രാത്രി പറയാം. മനസ്സിലായില്ലേ? രാത്രി പറയാം. മനസ്സിലായോ? ഇങ്ങനൊരു ശീലം കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്നതിനൊരു കൃതാർത്ഥത ഉണ്ടാവും. ഒന്ന്, ഇതാണ് പരിഹാരം, ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തെ പരിഹാരം, നമ്മുടെ വീടുകളിൽ വിളക്ക് കത്തിക്കാറുണ്ടോ? ഉണ്ടോ? ഒന്ന് കൈവക്കി. ആരുടെ വീട്ടിലൊക്കെ ഉണ്ട്? ഓ, ഏറെക്കുറെ ട്രെൻഡായതുകൊണ്ട് അപ്പുറത്തിങ്ങനെ തൂങ്ങുന്നത് കാണുമ്പോൾ ഇവിടെ തൂങ്ങാതിരുന്ന ഒരു മോശമല്ലേ? അതുകൊണ്ട് ഏറെക്കുറെയൊക്കെ എല്ലാ വീടുകളിലും വിളക്കൊക്കെ കത്തിക്കാൻ തുടങ്ങി. ഈ വിളക്ക് കത്തിച്ചിട്ട് എന്തെങ്കിലും പ്രാരബ്ധമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ആ എണ്ണയൊക്കെ തീർന്നിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ടോ? തിരി എണ്ണ, അതിനു വേണ്ടി പൈസയൊക്കെ ചിലവാക്കി കഴിഞ്ഞു. ഉള്ള പൈസ മുഴുവൻ തിരിക്കും എണ്ണയ്ക്കും ചിലവാക്കി വലിയ ബുദ്ധിമുട്ടിലായി പോയി. അങ്ങനെ ഉണ്ടോ? ഇല്ല.
ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ദൈവികമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു തുക ചിലവാക്കുന്നുണ്ടെങ്കിൽ നഷ്ടാവില്ല, അത് ഗുണമായിട്ടേ മാറുള്ളൂ. ശരി, വിളക്ക് കത്തിക്കാറുണ്ട്. ഇവിടെയല്ല, കോഴിക്കോട് ജില്ലയിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ അമ്മ വിളിച്ച് പറയുക കുട്ടിയോട്, വിളക്ക് കത്തിക്കുക. അപ്പോൾ കുട്ടി കത്തിക്കാണ്. ശരി, കത്തിച്ചുവല്ലോ. പിന്നെ അടുക്കള ഭാഗത്തുനിന്ന് വിളിച്ച് പറയുക, നാമം ജപിക്കണില്ലേ? ഇവിടെ എങ്ങനെയാ ചോദിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഇവിടെ ഉണ്ടോയെന്നും അറിയില്ല, അങ്ങനെ ചോദ്യം ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും നാമം ജപിക്കണില്ലേ? ജപിക്കാ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, കുട്ടികൾ നമ്മുടെ നാമജപ യന്ത്രങ്ങളാണോ? നിങ്ങൾക്കെല്ലാം എന്താണ് പണി എന്നൊരു ചോദ്യം സ്വയം ചോദിക്കുക. എന്ത്? കുട്ടികൾ വീടുകളിലെ നാമജപ യന്ത്രങ്ങളാണോ? നമുക്കെല്ലാം എന്താണ് പണി എന്ന് സ്വയം ഒരു ചോദ്യം ചോദിക്കുക. നല്ല ഭാഷയിൽ പറയണം. എനിക്കിവിടുന്ന് അങ്ങോട്ട് പോകണമല്ലോ, അതുകൊണ്ട് വണ്ടി കൂടി എടുക്കാതെ വന്നതാ, ദൂരെ ആയതുകൊണ്ട്. സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഇതാണ് രണ്ടാമത്തെ പരിഹാരം. വിളക്ക് കത്തിക്കുകയും ഒരുമിച്ച് ജപിക്കുകയും ചെയ്യണം. എന്താണ്? ഒരുമിച്ച് ജപിക്കുക. നമഃശിവായ ജപിക്കാൻ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ചിലരൊക്കെ പറയും, അയ്യോ ഞങ്ങൾക്കൊന്നും അറിയില്ലേ, ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചു തരാൻ ആരും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോഴും ബാക്കിയുള്ളവർക്ക് കുറ്റം. സംസ്കൃതമെല്ലാം വരേണ്യവർഗത്തിൻ്റെ, ഇങ്ങനെ കേട്ടിട്ടില്ലായിരുന്നോ? അതെല്ലാം ഒരു വരേണ്യവർഗത്തിൻ്റെ കയ്യിലായി, നമ്മൾക്കൊന്നും കിട്ടിയില്ല, അവരൊക്കെ എടുത്തു വെച്ചാണ് പോക്കറ്റിനുള്ളിൽ. ഇപ്പം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ വരേണ്യവർഗമൊന്നുമില്ല, പോയി. എന്നപ്പം നിങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ സംസ്കൃതം പഠിക്കുന്നുണ്ടോ? എത്ര കുട്ടികൾ ഇവിടെ സംസ്കൃതം പഠിക്കുന്നുണ്ട്? എത്ര അമ്മമാർ, രക്ഷിതാക്കൾ ഞങ്ങളുടെ കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്? ഒന്ന് കൈപൊക്കിയേ. പൊക്കൂ. സമയമെടുത്ത് പൊക്കിക്കോളൂ. എത്ര സമയം വേണേ എടുത്തോളൂ. പൊങ്ങട്ടെ. പൊങ്ങൂ. എന്താ പൊങ്ങാത്തെ? നേരത്തെ വിളക്ക് കത്തിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒറ്റ പൊക്കലായിരുന്നല്ലോ. അപ്പം ഞാനാണല്ലോ പറഞ്ഞ മതിയെന്ന്. അപ്പം ഈ വരേണ്യവർഗത്തിൻ്റെ നമുക്ക് വേണ്ടേ? ഇപ്പോൾ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴും വേണ്ട. തെറ്റുപറ്റിയോ? നമുക്ക് തെറ്റുപറ്റിയോ? പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം. ഈ മലബാറിലൊക്കെ ഒരു ചൊല്ലുണ്ട്. ഇവിടെ എന്താ പറയുകയെന്നറിയില്ല. നീർക്കോലിക്ക് എന്താ പറയുക? നീർക്കോലിക്കുട്ടിയെ നീന്താൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അത് നീന്തിക്കോളും. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് മലയാളം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ ഭാഷ അവനറിയും, അവൻ്റെ വീട്ടിലുണ്ട്. നമ്മളെല്ലാവരും മോശമായിട്ടാണ് സംസാരിക്കണേ? ഒന്നുമില്ല. എന്നാൽ അതിന് പകരം സംസ്കൃതം പഠിപ്പിച്ചോ? ഇല്ല. ശരി, എന്തായാലും പറഞ്ഞുകൊണ്ട് വന്നത്, ഒരുമിച്ചിരുന്ന് ജപിക്കുന്ന വീടുകളായി മാറണം. ഇതാണ് പരിഹാരം. അപ്പോൾ ഒന്ന്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുകളാവണം. 2, ഒരുമിച്ചിരുന്ന് ജപിക്കുന്ന വീടുകളാവണം. ഒന്നും അറിയില്ല, പഞ്ചാക്ഷരി ജപിക്കാൻ അറിയാമല്ലോ, ഹരേരാമ ജപിക്കാൻ അറിയാത്തവരാരും ഇല്ലല്ലോ. സർവമംഗളമംഗല്യ ജപിക്കാൻ അറിയാത്തവരാരും ഇല്ലല്ലോ. അമ്മേ നാരായണൻ ജപിക്കാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത്രയും മതി. തുടങ്ങുമ്പോൾ ഒരു ഗുരുർ ബ്രഹ്മ അങ്ങ് ചൊല്ലിയേക്കാം. അതും അറിയില്ലേ? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒരു 10 മിനിറ്റ് മതി. കുട്ടികളുടെ പഠനത്തിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്ന് ചൊല്ലി അസ്വസ്ഥത ആക്കണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ജപിക്കൂ. ജപിക്കുന്ന വീടുകളിൽ മൂർഖത ഉണ്ടാവില്ല. ജപതോ നാസ്തി മൂർഖത്വം എന്ന് പ്രമാണമുണ്ട്. ഏത് വീട്ടിലാണോ ജപം ചെയ്യുന്നത് അവിടെ അനിഷ്ടങ്ങൾ ഉണ്ടാവില്ല, കുറവായിരിക്കും. നല്ല വഴിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിക്കും.
ഇതാണ് പറയാനുള്ളത്. രണ്ടായി. മൂന്നാമത്തേത്, ദിവസവും നമ്മളെല്ലാം കുട്ടികളോട് പറയില്ലേ പഠിക്കുന്നു. ആ സമയത്ത് നമുക്കെന്താ പണി? അമ്മ എന്താ പഠിക്കാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ അച്ഛൻ എന്താ പഠിക്കാത്തത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ചോദിക്കണം കേട്ടോ. ഇനി നാളെ തൊട്ട് സ്കൂൾ, ഇപ്പം നാളെ ഒന്നും പറയണ്ടാവില്ല, ഇനി സ്കൂൾ തുറന്നാലാണ്. ഒരു രസകരമായ കാര്യം പറയാം. നമ്മളുടെ പാരൻറ്റിങ്ങിനെ കുറിച്ച്, നമ്മളുടെ വളർത്തു രീതി ഗംഭീരമാണ്. തിങ്കളാഴ്ച കുട്ടിയെ 7 മണിക്ക് എണീപ്പിച്ചു, ഓക്കെ, 6:30. ചൊവ്വാഴ്ചയും 6:30 എണീപ്പിച്ചു. ബുധനാഴ്ചയും 6:30 ആകുമ്പോൾ എണീപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ബസ് വരും കുട്ടീൻ്റെ സ്കൂളിലേക്കുള്ളത്. അപ്പോൾ അതിൽ കയറ്റി വിടണ്ടേ, പാക്ക് ചെയ്തെല്ലാം റെഡി ആക്കിയിട്ട്. അപ്പോൾ 6:30 എണീപ്പിച്ചു. ബുധൻ, വ്യാഴം, വെള്ളിയും 6:30 എണീപ്പിച്ചു. ഈ ശീലം കൊണ്ട് കുട്ടി ശനിയാഴ്ച ഒരു 6:35 ആരും വിളിക്കാത്തത് കേൾക്കുമ്പോൾ എണീറ്റ് മെല്ലെ വന്നതാ. ഏത് കുട്ടി? നമ്മുടെ വീട്ടിലെ കുട്ടി. ഒരു 6:35, 40 ആകുമ്പോൾ എണീറ്റ് കുട്ടി സ്വയമേവ വന്നു. അപ്പോൾ അമ്മ പറയാം, മോളു എന്തിനാ മോള് എണീറ്റത്? കുറച്ചുകൂടി കിടന്നോളൂ കേട്ടോ, ഇനി സ്കൂളില്ലല്ലോ പൊന്നുകുട്ടിക്ക്. ഓ എന്തു സ്നേഹമാണോ! ഇന്നലെ അടിച്ചതാണ് ആ കുട്ടി എണീക്കാത്തതുകൊണ്ട്. നല്ല ചന്തിക്കടി കൊടുത്തിട്ട് എണീപ്പിച്ചത്. ഈ കുട്ടി ആ ശീലം കാരണം എണീറ്റ് വന്നതാ. പിന്നെ അതിനെ വീണ്ടും കിടത്തി ഉറക്കി. അതൊരു നശിപ്പിക്കലാണോ? ആണോ അല്ലയോ? അമ്മമാരെ, നമ്മളാണ് നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. തമാശയല്ല. ഏറ്റവും നേരത്തെ എണീറ്റ് ശീലിച്ചിട്ടുള്ള ആൾക്ക് ശീലമുണ്ടോ, അവൻ ലോകത്തിൽ ഉയരത്തിലെത്തുകയും ചെയ്യും. മിനിമം സൂര്യൻ ഉദിക്കുമ്പോഴേക്കെങ്കിലും നമ്മൾ എണീറ്റാൽ നല്ലതാണ്. ഇന്നിപ്പോൾ രാത്രി 1 മണിയും 2 മണിയായിട്ട് കിടക്കുന്നു, രാവിലെ 8 മണിയും 10 മണിയായിട്ട് ഉണരുന്നു എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് നമ്മളുടെ ബുദ്ധിയെ ഇല്ലാതെയാക്കും, തലച്ചോറുകളെ ഹനിക്കും. സത്യമാണ്. എന്തായാലും കൊള്ളാം. ഇനി പറയാൻ പോകുന്ന ഇതാണ്, ദിവസവും എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുക. നല്ല മഹാഭാരതമോ അല്ലെങ്കിൽ രാമായണോ. ഉദാഹരണം എന്തിനാണ് എന്നുള്ളതിന് മനസ്സിലാവും ഈ പറയാൻ പോകുന്നുണ്ട്. ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ കൂടുതൽ അമ്മമാരാണ് ഇരിക്കുന്നത്, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. കുന്തിയാണോ ഗാന്ധാരിയാണോ നല്ല അമ്മ? കുന്തിയോ? ആ, നല്ല തന്നെ. ഇങ്ങനെ ഒരാൾ ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. ഞാൻ ഒരാൾ ചോദിക്കുക, അയാൾ ചോദിക്കുക എങ്ങനെയായിരിക്കും? ആ, നല്ല അമ്മ തന്നെ എന്നങ്ങ് പറഞ്ഞാൽ എന്ത് പറയും? ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. കുന്തിയാണോ ഗാന്ധാരിയാണോ നല്ല അമ്മ? കുന്തി എന്നുള്ളവരൊന്ന് കൈവക്കിയേ. ഗാന്ധാരി എന്നുള്ളവരൊന്ന് കൈവക്കിയേ. എനിക്കിതൊന്നും അറിയില്ല സ്വാമി, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങൾക്കിതൊന്നും അറിയില്ല, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെയുള്ളവരൊന്ന് കൈവക്കിയേ. ഇതേത് നാടാണ്? ഒരാളും ഇല്ല ഇവിടെ. കുന്തിയാണെന്നുള്ളവരാരൊക്കെയാ? ഒന്ന് വയ്യേ. ഇത് ഏതെങ്കിലും ഒരു പക്ഷത്ത് വേണേ. കുന്തി, ഗാന്ധാരി. ഓ അത് ശരി, എന്നെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പൊക്കാത്തത്. നിങ്ങൾ കൈവയ്ക്കേ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇത് ഒന്നിനും കൈവക്കാത്തവരെന്ന് കൈവയ്ക്കേ. ഇതിപ്പോൾ എന്താ പറയണ്ടേ? ഇപ്പം മനസ്സിലായില്ലേ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന്? ഒരു നിലപാടും ഇല്ല. ഏതെങ്കിലും ഒന്ന് പൊക്കിയാൽ മതി. എനിക്ക് അറിയൊന്നുമില്ല, ഞാൻ തൽക്കാലം കുന്തിയുടെ കൂടെ കൂടാം, അല്ല തൽക്കാലം ഗാന്ധാരിയുടെ കൂടെ കൂടാം എന്ന് പോലും പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. അമ്മമാരോട് ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അമ്മായിയമ്മ ഒരു ക്രൂര എന്ന സീരിയലാണോ മരുമകളൊരു ദുഷ്ട എന്നുള്ള സീരിയലാണോ കേമായിട്ട് ഓടുന്നത്? അത് വേണം ഇപ്പോൾ പറഞ്ഞുതരാമെന്നാണ്. എന്ത്? അമ്മായിയമ്മ ഒരു ക്രൂര, പേരെനിക്കറിയില്ല, സ്വാമി ഒരു പേര് പറഞ്ഞുള്ളൂ. എൻ്റെ തീം അതാണല്ലോ, മരുമകളൊരു ദുഷ്ട, ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവൻ. ഇതൊക്കെയാണല്ലോ കഥകൾ. ഒരമ്മ ഫോൺ ചെയ്യണേ, ഇന്ന് സീരിയൽ കഴിഞ്ഞിട്ട് ഉടനെ വിളിക്കുക, ഇപ്പം എങ്ങനെയുണ്ട് ഭാർഗവിയെ? ഞാൻ പറഞ്ഞില്ല അന്ന്. അവക്ക് അന്നേ നീ പറഞ്ഞില്ല അങ്ങനെയല്ലാന്ന്,
ഇപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ എങ്ങനെയാണ് സംഭവിക്കുക എന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഏതാ സംഭവിച്ചത്? ഓ ഗംഭീരമായിട്ട് 8 മണിയായിട്ടുള്ളത് സീരിയൽ അങ്ങ് നിർത്തി ഊണ് കഴിക്കണതിൻ്റെ മുമ്പേ അമ്മ വിളിക്കുക. ആർക്ക്? തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഭാർഗവീനെ വിളിക്കുക. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ കാണുന്ന ആളല്ല അവളെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം തിരിഞ്ഞത് കണ്ടോ? അത് തന്നെ. ഇനി നാളെ അടുത്ത ആഴ്ച ഞാൻ കാണിച്ചു തരാം ബാക്കി. എന്താ കഥ! ഗാന്ധാരിയാണോ കുന്തിയാണോ നല്ല അമ്മ എന്നുള്ളതിന് കൃത്യമായ ഉത്തരം നൽകാൻ പോലും ഹിന്ദുക്കൾക്ക് അറിയുന്നില്ല. ആലോചിച്ച് നോക്കൂ. ആര് പറഞ്ഞില്ലല്ലോ? പറയൂ. ഗാന്ധാരിയാ? രണ്ടുപേരും നല്ല അമ്മയാ? ശരി ശരി, നല്ല അമ്മയാണത്രേ. നോക്കൂ, കണ്ണില്ലാത്ത ഭർത്താവിന് കണ്ണായി തീരേണ്ടവളല്ലേ ഭാര്യ? ആണോ? ആണ്. കണ്ണില്ലാത്ത ഭർത്താവിൻ്റെ മുമ്പിൽ കണ്ണ് മൂടിക്കെട്ടി തൻ്റെ 100 മക്കളെയും അന്ധരായി വളർത്തിയ ഗാന്ധാരി എങ്ങനെയാണ് നല്ല അമ്മയാവുക? ഇങ്ങനെയുള്ള ഗാന്ധാരിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ ഹിന്ദു സമാജം? ആണോ? ആണെങ്കിൽ അത് ശരിയാണല്ലോ. കണ്ണ് തുറന്നാൽ നമ്മൾക്ക് ഉത്തരവുണ്ട്. എന്തിന്, എപ്പോൾ, എങ്ങനെ? ഇതിനുള്ള ആൻസർ നമുക്ക് കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നു. പക്ഷെ നമ്മൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. നമ്മുടെ തലമുറയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. നാളത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. നമ്മൾ ആശങ്കകളും വ്യാകുലതകളും തലയിലേറ്റിങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കൂ. നോ മാരേജ്, നോ ചൈൽഡ്, നോ കമ്മിറ്റ്മെൻറ്റ്, നോ ഫാദർ ആൻഡ് നോ മദർ. എവിടത്തേക്കാണ് നമ്മളെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്? ശരിയാണോ? നോ മാരേജ്, നോ ചൈൽഡ്, നോ മദർ, നോ ഫാദർ, നോ കമ്മിറ്റ്മെൻറ്റ്. അപ്പോഴോ എന്തുകൊണ്ട് തലമുറ അങ്ങനെ ചിന്തിക്കുന്നു? വിവാഹം കഴിച്ച് ജീവിക്കുന്നവർ കാണിച്ചു കൊടുക്കുന്ന മാതൃകകൾ കണ്ട് മടുത്തിരിക്കുകയാണ് തലമുറയുടേത്. മനസ്സിലായോ? വീട്ടിൽ വരുന്ന മക്കൾ കാണുന്നത് ശണ്ടയാണ്. ഒരു നല്ല വാക്ക് കേൾക്കുന്നില്ല, നല്ലൊരു ആചരണം കാണുന്നില്ല, ഒരുമിച്ച് ഇരിക്കലുകൾ കാണുന്നില്ല, സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റം കാണുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെടാനും ദുഃഖം പറയാനും പരസ്പരം ഭംഗിയായൊരു രീതിയില്ല. അതിന് മാത്രമേ ഒഴിവുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം കരച്ചിലും പിഴിച്ചിലുമാണ് കുട്ടികൾ കാണുന്നത്. അപ്പോഴോ മടുക്കുവോ? പറ, നിങ്ങൾക്കാണെങ്കിൽ മടുക്കുവോ? വിവാഹം കഴിച്ച് നല്ല ഒരു രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകളുടെ എണ്ണം കുറവോ കൂടുതലോ? കുറവായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തലമുറ പറയുന്നു നോ മാരേജ്. അപ്പോഴോ തെറ്റ് പറയാൻ പറ്റുമോ അവരെ? ഇല്ല. അപ്പം എന്താണ് പരിഹാരം? പരിഹാരം, സനാതനധർമ്മം ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പരിഹാരമാണ് കുടുംബം. ആ പരിഹാരമായതുകൊണ്ടാണ് ഭാരതം ഇത്രയും കാലം നിലനിന്നത്. കുടുംബജീവിതം ഇല്ലാതെയായി കഴിഞ്ഞാൽ വാസ്തവത്തിൽ ധർമ്മമില്ല, ധാർമ്മിക ആചാരങ്ങളുമില്ല. ചിന്തിച്ചു നോക്കൂ. അപ്പം പരിഹാരം നമ്മുടെ ഋഷിമാർ നമുക്ക് മുൻപിൽ വെച്ചിട്ടുള്ള ഗൃഹസ്ഥാശ്രമധർമ്മം എന്ന പരിഹാരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക? അതുകൊണ്ട് ശ്രേഷ്ഠമായ കുടുംബജീവിതം നയിക്കാൻ അറിവുണ്ടാവണം. നല്ല അറിവുള്ളവരായി മാറിയേ പറ്റൂ നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത് മഹാഭാരതം വായിക്കൂ, അപ്പോഴല്ലേ ഗാന്ധാരിയെയും കുന്തിയെയും കുറിച്ച് അറിയുള്ളൂ. നോക്കൂ, ഗാന്ധാരിയെക്കുറിച്ച് പരിഭവവും പരാതി എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം അല്ലേ? എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. വിവാഹത്തിന് മുമ്പ് കർണനെ പ്രസവിച്ചു. അങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ? ശരി, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. പക്ഷെ കുന്തിയെക്കുറിച്ച്, ഗാന്ധാരിയെക്കുറിച്ചല്ല, കുന്തിയെക്കുറിച്ച്. കുന്തി ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടും 5 മക്കളെയും ധർമ്മിഷ്ഠരായി വളർത്തിയില്ലേ കുന്തി? അതല്ലേ അമ്മയുടെ ഭാഗം? അതല്ലേ അല്ലേ? അമ്മ എന്നാണ് ചോദിച്ചത്, ഭാര്യ എന്ന് സ്വാമി ചോദിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കൂ. ഗാന്ധാരി ഭാര്യ എന്നുള്ള നിലയ്ക്കും അമ്മ എന്നുള്ള നിലയ്ക്കും പരാജയമാണ്. കുന്തി ഭാര്യ എന്നുള്ള നിലയ്ക്കും അമ്മ എന്നുള്ള നിലയ്ക്കും വിജയമാണ്. ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് കുന്തിമാരാവൂ, ഗാന്ധാരിമാരാവല്ലൂ. കണ്ണ് കെട്ടരുതേ, കണ്ണ് തുറക്കണമേ, കാഴ്ചകൾ നഷ്ടപ്പെടുത്തരുതേ. നമ്മൾ കണ്ണുകൾ അടയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് കണ്ണ് തുറക്കാൻ?
മറ്റുള്ളവർ കണ്ണ് തുറന്നുകൊണ്ട് കാര്യമില്ല. സനാതന ധർമ്മികളുടെ കണ്ണുകൾ തുറന്നേ പറ്റൂ. പ്രതിസന്ധിയും പ്രശ്നങ്ങളും സമസ്യകളും ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ കാഴ്ചകളുള്ളവരായി നമ്മൾ മാറണം. ആ നേർക്കാഴ്ചകളാണ്, ശരിയായ കാഴ്ചപ്പാടുകളാണ് ആചാര്യന്മാരും ഗുരുക്കന്മാരും നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള പദ്ധതികളാണ് ഈ ഇവിടെ നടക്കേണ്ടത്. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കോ, വിജ്ഞാനത്തിലേക്ക് അല്ലേ? പടക്കം പൊട്ടിച്ചാൽ ഞാനുണ്ടാവുമോ? ഉണ്ടാവുമോ? കത്തിനെ പൊട്ടിച്ചെന്ന ഞാനുണ്ടോ? എനിക്കറിയില്ലേ. അപ്പം അറിവുണ്ടാവണം, ആചാരം ഉണ്ടാവണം. അപ്പം 3 പറഞ്ഞോ? ഇല്ല അല്ലേ? പഠിക്കണം എന്ന് പറഞ്ഞില്ലേ? വായിക്കണം. ദിവസവും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ വായിക്കണം. മിനിമം ഈ 3 കാര്യങ്ങൾ നമ്മളുടെ വീടുകളിൽ നടക്കുന്നുണ്ടോ എങ്കിൽ നാളത്തേക്കുള്ള ചെറിയൊരു പരിഹാരമാണ്. ശരി, ഒരൊറ്റ കാര്യം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഷൻ തീരും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നമ്മൾ 5 കാര്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കണം. 1 ജ്ഞാനത്തെയാണ്. എന്തിനെ? ജ്ഞാനം. നമ്മുടെ ധർമ്മത്തിൻ്റെ മൂലം ജ്ഞാനമാണ്. വിശ്വാസം മാത്രമല്ല, ജ്ഞാനം. നമ്മുടെ ധർമ്മം നിലനിൽക്കുന്ന ജ്ഞാനത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനസമ്പത്ത്, ജ്ഞാന പാരമ്പര്യം നമ്മുടേതാണ്. വേദ, ഇതിഹാസ, പുരാണങ്ങൾ തൊട്ട് സാമൂഹിക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഏറ്റവും മിനിമമുള്ള കാര്യങ്ങൾ വരെ വിശദമായ അറിവുകൾ നമ്മളുടെ പൂർവികർ നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഓരോ കാലത്തേക്കും വേണ്ട അറിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 1 ജ്ഞാനം, 2 വിശ്വാസം. എന്താണ്? വിശ്വാസികളാണ് നമ്മൾ. വിശ്വാസം വേണം, ഉറച്ച വിശ്വാസം വേണം. നമ്മുടെ ധർമ്മത്തിൽ പരസ്പരം വേണ്ടേ? ധർമ്മത്തിൽ വിശ്വാസം വേണം, വേണ്ടേ? പരസ്പരം വിശ്വാസം വേണോ? വേണ്ട? ഉറച്ച വിശ്വാസം ഉണ്ടാവണം. ഒരിക്കലും നിന്നെ ഞാൻ വിശ്വസിച്ചു പോയി എന്ന് പറയേണ്ടുന്നൊരു ഗതികേട് നമുക്ക് ഉണ്ടാവരുത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ് നിന്നെ ഞാൻ വിശ്വസിച്ചു പോയി എന്ന്. അങ്ങനെ പറയാൻ പാടേയില്ല, അരുത്. 2ാമത്തത് വിശ്വാസം. ഈശ്വരനിൽ വിശ്വാസം വേണം, ദേവതകളിൽ വിശ്വാസം വേണം, നമ്മുടെ പൂർവികരിൽ വിശ്വാസം വേണം, മാതാവിൽ, പിതാവിൽ, ഗുരുവിൽ, ഇല്ലേ, ഭർത്താവിൽ, ഭാര്യയിൽ, മക്കളിൽ, എല്ലാവരിലും പരസ്പരം എന്ത് വേണം? വിശ്വാസം വേണം. അപ്പോൾ 2 വിശ്വാസം. 3 ആചാരം. എന്താണ്? ജ്ഞാനത്തിലും വിശ്വാസത്തിലും ഊന്നിയ ആചാരം. ആചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യേണ്ടത്. അനാചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യേണ്ടത് കുറേ കാലം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യേണ്ടത് അറിയാത്തത് കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ ഒക്കെ മാറിപ്പോവുന്ന മറ്റൊരു രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് അനാചാരമാകുന്നത്. എന്താണ്? മനസ്സിലായില്ല? തുളസിയുടെ ഇലയൊന്നും കിട്ടാനില്ല, തൽക്കാലം നീ ആ ഇതെടുത്തോ, എന്ന് അപ്പുറത്ത് വേറൊരു ഇല കാണുന്നുണ്ട്, തൽക്കാലം നീ അതും എടുക്ക്. തുളസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? നീ ആ ഇലങ്ങ് പറിച്ചേ. അപ്പം അത് ദുരാചാരമല്ല, അനാചാരമാണ്. എന്താണ് ദുരാചാരം? എന്താണ്? ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദുഃഖത്തിനും ദുരിതത്തിനും കാരണമാവുമെങ്കിൽ അത് ദുരാചാരം. എന്താണ്? ആചാരം, അനാചാരം, ദുരാചാരം. അനാചാരത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അനാചാരത്തെ ആചാരമാക്കി ശുദ്ധീകരിക്കുക. ദുരാചാരത്തെ മരുത്, ആചാരത്തെ അനുഷ്ഠിക്കണം. അല്ലേ? വ്യക്തമാണോ? അപ്പം അനാചാരമാണോ നമ്മൾ ചെയ്യുന്നത്, ആചാരമാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? അതിനും ശാസ്ത്രവും ജ്ഞാനവും ഗുരുവും വേണം. വേണ്ടേ? വേണം. അപ്പോൾ ജ്ഞാനം, വിശ്വാസം, ആചാരം. 4ാമത്തേത് സമ്പ്രദായം. എന്താണ്? സമ്പ്രദായം. അപ്പം നമ്മളുടെ ഒരു ആചാര്യനെ കണ്ടു, അല്ലെങ്കിൽ ഗുരു വന്നു, ഒരു ആചാര്യനോ ഒരു സ്വാമിയോ അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ള ജ്ഞാനവൃദ്ധരോ വയോവൃദ്ധരോ ആയ ആളുകളെ കാണുമ്പോൾ നമ്മൾ കാല് തൊട്ട് നമസ്കരിക്കും. അപ്പോൾ ഒരാൾ ചോദിക്കും, നീ എന്തിനാ കാലൊക്കെ പിടിക്കാൻ പോകുന്നത്? അയാൾ മനുഷ്യൻ, നീയും മനുഷ്യൻ അല്ലേ? എന്നാണല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ ഉത്തരം? എടോ, അത് ഞങ്ങളുടെ സമ്പ്രദായമാണ്, അത് ഞങ്ങളുടെ സമ്പ്രദായമാണ്. 5ാമത്തത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 5ാമത്തേത്
പാരമ്പര്യം. എന്താണ്? പട്ടിയുടെ പാരമ്പര്യം നോക്കുന്ന നാടാണ് നമ്മൾ. കേട്ടില്ല? പട്ടീനെ വാങ്ങില്ലേ? ഇത് ബ്രീഡ് ഏതാ? ഓ ഇതിൻ്റെ തന്നെ അച്ഛൻ. ഓ ഒരു തലമുറ ഓക്കെയാണ്, 2 തലമുറ ഓക്കെയാണ്, 3 തലമുറ ഓക്കെയാണ്, 4 തലമുറ ഓക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ 1 lakh rupees തരണം. മനസ്സിലായോ? ശരിയാണോ? മനുഷ്യൻ്റെ പാരമ്പര്യം നോക്കാൻ പാടില്ല. അതെങ്ങനെ ശരിയാവുക? പട്ടിയുടെ പാരമ്പര്യത്തിൽ കാമ്പുണ്ടെങ്കിൽ മനുഷ്യൻ്റെ പാരമ്പര്യത്തിൽ കാമ്പുണ്ടാവുമോ? ഇല്ല. പട്ടിയാ ലോകത്തിൽ നന്നായി ജീവിക്കേണ്ടത് അതോ മനുഷ്യനോ? പട്ടിയുടെ നോക്കാൻ നമുക്കെല്ലാവർക്കും ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. കാരണം ബ്രീഡ് ഓക്കെ ആവണം, അപ്പോഴേ അതിൻ്റെ ഗുണം സവിശേഷത ഉണ്ടാവുകയുള്ളൂ. മനുഷ്യൻ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് 2 പാരമ്പര്യമാണുള്ളത്. ഒന്ന് പിതൃപാരമ്പര്യം, അച്ഛൻ്റെ അമ്മയുടെ. അതിൽ അഭിമാനിക്കണം നമ്മൾ. കാരണം എത്ര തലമുറ പിന്നോട്ട് പോയി കഴിഞ്ഞാലും നമ്മളുടെ പാരമ്പര്യം ഹിന്ദു പാരമ്പര്യമാണ്. അല്ലേ? ആണല്ലോ? മാറുമോ? മാറില്ല. പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്തവർ, പാരമ്പര്യം അവകാശപ്പെടാനുള്ളവരെ ഭർസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അല്ലെങ്കിൽ കോംപ്ലക്സിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും. അതവരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മളതിലൊന്നും പെട്ടുപോണ്ട. 2ാമത്തെ പാരമ്പര്യം ഗുരു പാരമ്പര്യമാണ്. എന്താണ്? ഒന്ന് പിതൃപരമ്പര, മറ്റൊന്ന് ഗുരുപരമ്പര. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം. അങ്ങനെ ഈശ്വരനിൽ നിന്ന് ആരംഭിച്ച എത്രയോ ഗുരുക്കന്മാരിലൂടെ ഇന്ന് നമ്മളുടെ മുൻപിലുള്ള എൻ്റെ ഗുരുവിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരുടെയും ഗുരുക്കന്മാരിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഗുരു പരമ്പരയും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജ്ഞാനം, വിശ്വാസം, ആചാരം, സമ്പ്രദായം, പാരമ്പര്യം. ഓക്കെയാണോ? ഈ 5 കാര്യങ്ങളെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതത് കാര്യം വരുമ്പോൾ അതിനെ ഒന്ന് ചിന്തിക്കൂ. ഈ പാരമ്പര്യത്തെ ഞാൻ മറന്നു പോകുന്നുണ്ടോ? ഈ സമ്പ്രദായത്തെ ഞാൻ മറന്നു പോകുന്നുണ്ടോ? ഈ വിശ്വാസം എന്നുള്ളിൽ ദൃഢമല്ലയോ? ആചാരം ഞാൻ ശീലിക്കുന്നുണ്ടോ? ജ്ഞാനത്തെ ഞാൻ സ്വീകരിക്കുന്നുണ്ടോ? ഈ 5 കാര്യങ്ങളെയും എല്ലാ അർത്ഥത്തിലും മുറുകെ പിടിക്കേണ്ടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൻ്റെ രക്ഷ. ഈ 5 കാര്യങ്ങളെയും നമ്മൾ വേണ്ട രീതിയിൽ യോജിപ്പിച്ച് യുക്തിപൂർവം മനസ്സാക്കി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടിലും പെടില്ല, ഒരാശങ്കയ്ക്കും വകയില്ല. ഇത് അടുത്ത തലമുറയ്ക്ക് ശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? ഓരോന്നും അവർക്ക് മനസ്സിലാകുന്ന യുക്തി ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പറയണത് ഇതൊന്നും അല്ല, വേറൊന്നും ചോദിക്കാല്ലേ നിനക്ക് എന്ന് ചോദിക്കേണ്ടാവും. അരുത്. കുട്ടികളുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ അവരെ ഭർസിക്കരുത്. ഏത് ചോദ്യവും ചോദിക്കാനുള്ള അവകാശവും അർഹതയും അവർക്ക് കൊടുക്കണം. മോളെ അറിയില്ല, നമുക്കറിവുള്ള ആരോടെങ്കിലും ചോദിക്കാം എന്നേ മറുപടി പറയാവൂ. അല്ലെങ്കിൽ മോനെ ഞങ്ങൾക്ക് അറിയില്ല, അമ്മയ്ക്ക് അറിയില്ല, നമുക്ക് എന്തായാലും അതിൻ്റെ ഉത്തരം കണ്ടെത്തണം എന്ന് അവളുടെ കൂടെ അവൻ്റെ കൂടെ നിൽക്കുന്ന അച്ഛനമ്മമാരാണ് വേണ്ടത്. ഇതാണ് പറഞ്ഞത്. അടുത്ത തലമുറയെ വളർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുതേ. കാരണം നാളെ നമ്മുടേതല്ല, നാളെ അവരുടേതാണ്. അല്ലേ? അവർക്ക് നാളെ ജീവിക്കണ്ടേ ഇവിടെ? എങ്ങനെ ജീവിക്കണം? ഉറച്ച സ്വരമുള്ള, ഇല്ലേ, ഉറച്ച ഭാവിയുള്ള ഹിന്ദു സമാജമായി നമ്മുടെ തലമുറയെ വളർത്താൻ നമുക്ക് സാധിക്കണം. അതിന് സരസ്വതി ഉണ്ടാവട്ടെ, ദുർഗയുണ്ടാവട്ടെ, ലക്ഷ്മി ഉണ്ടാവട്ടെ അവരുടെ കൂടെ. എന്ത്? സരസ്വതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ദുർഗ പറഞ്ഞാൽ ബലം, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശ്രീ. ഈ ജ്ഞാന ബല ഐശ്വര്യങ്ങൾ ഉള്ളവരായി മാറാൻ ചെറുപ്പത്തിലേ പഠിപ്പിക്കൂ. ഇതാണ് പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും പാർവതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സാക്ഷാൽ ജഗദംബ അതാണ് ഈ 3 ഭാവത്തിലും വിലസുന്നത്. ജ്ഞാനമായാലും ബലമായാലും ഐശ്വര്യമായാലും, ഇച്ഛാശക്തിയായും ക്രിയാശക്തിയായും ജ്ഞാനശക്തിയായും എല്ലാം പ്രകാശിക്കുന്നത്
ആ അമ്മയാണ്. ആ അമ്മ തന്നെയാണ് പരമേശ്വരൻ്റെ പ്രിയപത്നിയായിട്ടുള്ളത്. ആ അമ്മയുടെ രൂപത്തിലാണ് നമ്മളിവിടെ പ്രതിഷ്ഠ. ഈ ഗ്രാമത്തിന് അതിൻ്റേതായ ഗുണമുണ്ടാവും, പക്ഷേ നാം നമ്മളുടെ ഗൃഹങ്ങളിൽ ആചാരമുള്ളവരായി മാറണം. ഇത്രയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സമയം കുറച്ച് അധികമായിട്ടുണ്ട്. എന്തെങ്കിലും ഈ പറഞ്ഞതോ അല്ലെങ്കിൽ ഇത് അല്ലാത്തതോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സ്വാമികളോട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ നിർത്താം അല്ലേ? 8:45. എന്നാൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു പഞ്ചാക്ഷരി ജപിക്കാം. എന്താ? ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ ഈ ചീനൻപോറ്റി എന്ന് വിളിപ്പേരുള്ള അന്നത്തെ മേൽശാന്തി നമ്മുടെ ഈ കിഴക്കുവശത്ത് കാണുന്ന കുളം എന്ന് പറയുന്ന ക്ഷേത്രക്കുളമാണ്. ഈ ക്ഷേത്രക്കുളത്തിൽ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഒരു ഓർമ്മ പല അമ്മൂമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.